السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. صدق الله مولانا العظيم. إن كذبا علي ليس ككذب على أحد من كذب علي متعمدا فليتبوأ مقعده من النار. صدق رسوله الأمين. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. إني إذا مسني ضيم يروعني أقول يا سيدا ساداتي يا سندي كل شفيعا إلى رحمن من زلمي ومن علي بما لا كان في خلدي وانظر بعين الرضا لي دائما أبدا واستر بفضلك تقصيري إلى الأمد. ഏറ്റവും ബഹുമാനാദരണീയനായ സയ്യിദന്മാരെ, വേദിയിൽ സന്നിഹിതരായ
CP ഉസ്താദ്, ഫൈസി ഉസ്താദ്, ഇബ്രാഹിം ബാത്തവി ഉസ്താദ്, അംജദ് ഫൈസി തുടങ്ങിയ പണ്ഡിത ശ്രേഷ്ഠരെ, കേരളത്തിനകത്ത് നിന്നും പുറത്തു നിന്നും ഇവിടെ വന്നെത്തിയ സഹൃദയരായ സഹോദരീ സഹോദരന്മാരെ, അഹ്ലുബൈത്തിലെ നായകന്മാരായ പരിശുദ്ധാത്മാക്കളുടെ ജന്മം കൊണ്ടും സാന്നിധ്യം കൊണ്ടും അനുഗ്രഹീതമായ ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് എന്ന മരതക ദ്വീപിൽ നിന്നും വന്ന് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും മുഹമ്മദീയ പ്രഭാപ്രസരണം നടത്തി തൻ്റെ ദൗത്യ നിർവഹണത്തിനു ശേഷം റഫീഖുൽ അഅ്ലായിൽ അഭയം പ്രാപിച്ച സയ്യിദ് മുഹമ്മദ് ഖാസിം റഹിമഹുല്ലയുടെ വർഷം തോറും നടത്തപ്പെടാറുള്ള ഈ ഉറൂസ് മുബാറക്കിൻ്റെ എല്ലാ ബറക്കത്തുകളും അല്ലാഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ. വന്യരായ തങ്ങൾ നമുക്ക് പകർന്നു തന്ന, വരച്ചു കാട്ടിയ പരിശുദ്ധ ദീനിന്റെ ആ സുരക്ഷിതമായ പാത അനുഗമിക്കാൻ, പിന്തുടരാൻ സർവശക്തനായ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വന്യരായ ഖാസിം തങ്ങളുടെ മദ്ഹുകൾ പറയുമ്പോൾ, അവിടുത്തെ മഹത്വങ്ങൾ നാം അനുസ്മരിക്കുമ്പോൾ ഒരുപാട് കറാമത്തുകൾ, അത്ഭുതങ്ങൾ നമുക്കറിയാം. വന്യരായ തങ്ങളെ നാം അനുസ്മരിക്കുമ്പോൾ അവിടുത്തെ മഹത്വങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കറാമത്തുകൾ അറിയാം. ഇന്ന് തന്നെ കർണാടക സ്റ്റേറ്റിൽ നിന്നുള്ള ചിലർ ചില അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. പക്ഷേ അവയേക്കാൾ, കറാമത്തുകളെക്കാൾ, അത്ഭുത പ്രകടനങ്ങളെക്കാൾ ഉന്നതവും ഉദാത്തവും ഉയർന്നും നിൽക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളുടെ മഹാത്മ്യം, തിരുസവിധത്തിൽ അവിടുന്ന് കാണിച്ച അദബും, വിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ തങ്ങളവർകൾ കാണിച്ച ഇസ്തിഖാമത്തുമാണ് വാസ്തവത്തിൽ കറാമത്തുകളെക്കാൾ ഉയർന്നു നിൽക്കുന്ന മഹത്വം. നമുക്കറിയാം, വന്യവയോധികരായിരുന്ന തങ്ങൾ പ്രായത്തിന്റെയും ജീവിതാനുഭവങ്ങളുടെയും സ്ഥാനവസ്ത്രം തിരുപദമിന് മുന്നിൽ അടിച്ചു വെച്ച് വിനയത്തോടെ, തികഞ്ഞ അദബോടെ ജീവിച്ച ജീവിതം നമ്മിൽ പലരും കണ്ടിട്ടുള്ളതാണ്. ഇലാഹി കൽപ്പനകളിൽ അണുത്തൂക്കം വ്യതിചലിക്കാതെ, വ്യതിയാനങ്ങൾക്ക് വിധേയരാകാതെ പരിശുദ്ധ ദീനിന്റെ റൂട്ടിൽ അചഞ്ചലമായി പിടിച്ചു നിന്ന ഇസ്തിഖാമത്തിന്റെ ചരിത്രവും അഭിവന്യരായ ഖാസിം തങ്ങളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഒരു വലിയന്റെ ഏറ്റവും വലിയ മഹാത്മ്യം എന്ന് പറയുന്നത്, മഹത്വം കറാമത്തുകളെക്കാൾ മഹത്വം, മഹാന്മാരായ ആരിഫീങ്ങൾ പറയുന്നു, അൽ ഇസ്തിഖാമത്തു ഖൈറും മിൻ അൽഫി കറാമ. 1000 അത്ഭുതങ്ങൾ പ്രകടമാകുന്നതിലേറെ മഹത്വമുള്ളത്, ഉന്നതമായത്, ഉദാത്തമായത് അൽ ഇസ്തിഖാമ, അദബോടെ വിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ പിടിച്ചു നിൽക്കുക എന്നതാണ് 1000 കറാമത്തുകൾ വെളിപ്പെടുന്നതിനേക്കാൾ മഹാത്മ്യം എന്ന് മഹാജ്ഞാനികൾ പറയുന്നു. പക്ഷേ വർത്തമാനകാലത്തും മുമ്പും എന്നും പൊതുസമൂഹത്തിൽ ആത്മീയ രംഗത്ത് മാർക്കറ്റുള്ളത് കറാമത്തുകൾക്കാണല്ലോ. ഇന്നും സോഷ്യൽ മീഡിയ ഒക്കെ പരതിയാല് എവിടെയെങ്കിലും ഒരു വലിയുള്ളാഹിയെ കുറിച്ച് കേട്ടാൽ പിന്നെ അവിടെ കറാമത്തിന്റെ കഥകളാണ്. ഇല്ലാത്ത കഥകൾ, സാങ്കല്പിക കഥകൾ, മായാവി കഥകൾ. നമുക്കതിന്റെ പിറകെ ഒന്നും പോകാൻ താല്പര്യമില്ല, സമയമില്ല. കാരണം യഥാർത്ഥ ആരിഫീങ്ങൾ ഒരിക്കലും അവരിലെ അത്ഭുത സിദ്ധികൾ, കറാമത്തുകൾ ബഹുജന സമക്ഷം പരസ്യപ്പെടുത്തി മാർക്കറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിവന്യരായ തങ്ങളുടെ ജീവിത സന്ദേശമായ ഇസ്തിഖാമത്തിനെ കുറിച്ച്,
തിരുഹളറത്തിലെ അദബുകളെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? നമ്മുടെ ആരോഗ്യമാണോ? അല്ല. നമ്മുടെ സന്താനമോ സമ്പാദ്യമോ ആണോ? അല്ല. നമ്മുടെ മാനാഭിമാനങ്ങളോ സ്ഥാനമാനങ്ങളോ ആണോ? അല്ല. അതൊക്കെയും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ നിഅമത്ത് അൻ-നിഅമത്തുൽ കുബ്റ, അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ പറയപ്പെട്ടതൊന്നുമല്ല. പിന്നെ ഏതാ? അല്ലാഹു അതിന് ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികൾക്കിടയിൽ നിന്നു തന്നെ അവരിലേക്കൊരു ദൈവദൂതരെ നിയോഗിക്കുക എന്നത്, എന്നിട്ട് അവരെ സംസ്കരിക്കുകയും സമുദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദൂതരെ കിട്ടുക എന്നത്, ആ ദൈവദൂതരെ നൽകിക്കൊണ്ട് അല്ലാഹു നൽകിയത് ഏറ്റവും വലിയ മിന്നത്താണ്, അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അനുഗ്രഹമാണ്. ജീവിതത്തിൽ ദിശാബോധമില്ലാതെ നാം തപ്പിത്തടയവേ അന്ധകാര നിബിഡമായ ഈ ലോകത്ത് നാശത്തിന്റെ പരാജയത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് വഴുതി വീഴാൻ പോകവേ നമ്മുടെ കൈ പിടിച്ചു നിർത്തി ഇലാഹിയായ മെസ്സേജുകൾ പകർന്നു നൽകി നമ്മെ സംസ്കരിക്കുന്ന ഒരു റസൂൽ, ആ റസൂലിനെ കിട്ടിയതാണ് ഏറ്റവും വലിയ നിഅമത്ത്. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അവിടത്തെ ഖലീഫമാരായി അവിടുന്ന് ആലമുൽ ഗൈബിൽ അദൃശ്യ ലോകത്തിരുന്ന് പറഞ്ഞയക്കുന്ന ദൂതന്മാർ, അവരും സാങ്കേതികമായി നുബുവത്തോ റിസാലത്തോ ഇല്ലെങ്കിലും അവരൊക്കെയും റസൂലുള്ളാഹികൾ തന്നെയാണ്. ഇമാം റാസി റഹിമഹുല്ല തഫ്സീറുൽ കബീറിൽ അക്കാര്യം തുറന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. റസൂലു റസൂലില്ലാഹി റസൂലുള്ളാഹ്, റസൂലു റസൂലില്ലാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കുന്ന ദൂതന്മാർ ഓരോ കാലങ്ങളിലും അദൃശ്യ ലോകത്ത് നിന്ന് പറഞ്ഞു വിടുന്ന ദൂതന്മാർ റസൂലുള്ളാഹ്, അവർ ദൈവദൂതന്മാർ തന്നെയാണ്. ഇവരുമായി സന്ധിക്കുന്നു, ഇവരുമായി പരിചയപ്പെടുന്നു, ഇവരുമായി ബന്ധം സ്ഥാപിക്കുന്നു, സഹവസിക്കുന്നു. ഇതാണ് ജീവിതത്തിലെ മഹാസൗഭാഗ്യം. മഹാന്മാര് പറയുന്നുണ്ട്, ഈ ലോക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ത്രില്ല്, ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം ഇവരുമായിട്ടുള്ള ബന്ധവും സഹവാസവും തന്നെ. ഗൗസുൽ-ആലം തങ്ങളുടെ മുരീദന്മാരിൽപ്പെട്ട പ്രഗൽഭനായ അബൂ മദിയനിൽ മഗ്രിബി റഹിമഹുള്ള പറയുന്നുണ്ട്, മാ ലദ്ദത്തുൽ ഐശി ഇല്ലാ സുഹബത്തുൽ ഫുഖറാ ഹുമുസ്സലാത്വീനു വസ്സാദാത്തു വൽ ഉമറാ. മാ ലദ്ദത്തുൽ ഐശി, ജീവിതത്തിലെ രസമെന്ന് പറയുന്നത്, ആനന്ദം, സന്തോഷം, ഇല്ലാ സുഹബത്തുൽ ഫുഖറാ, അല്ലാഹുവിന്റെ ഫുഖറാക്കളായ, അല്ലാഹുവിലേക്ക് മാത്രം ആവശ്യമുള്ള, അല്ലാഹുവിനെ മാത്രം ആസ്പദം കൊണ്ട് അല്ലാഹുവിൽ മാത്രം ശരണം പ്രാപിച്ച് ജീവിക്കുന്ന മഹാന്മാരായ മശായിഖുമാർ, അവരുമായിട്ടുള്ള സഹവാസത്തിലാണ് ജീവിതത്തിലെ രസങ്ങളൊക്കെ, ആനന്ദങ്ങളൊക്കെ, സന്തോഷങ്ങളൊക്കെ. എന്തുകൊണ്ട്? അവരാണ് രാജാക്കന്മാർ, അവരാണ് യഥാർത്ഥ ചക്രവർത്തിമാർ, അവരാണ് ജനനായകന്മാർ, അവരാണ് അധികാരികൾ. ഈ ഭൂമിയിലെ ഓരോ രാജ്യങ്ങളും പ്രദേശങ്ങളും ഭരിക്കുന്ന ഭരണാധികാരികളുണ്ട്. അവരുടെ ഭരണം പരിമിതമാണ്, സ്ഥലം കൊണ്ട് പരിമിതമാണ്, കാലം കൊണ്ട് പരിമിതമാണ്. ഒരു ഇട്ടാവട്ടം അതിന് 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം ആയിക്കോട്ടെ. അവസാനം എന്താ സംഭവിക്കുന്നത്? ബംഗ്ലാദേശിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ഒരു 10 കാശിന് വിലയില്ലാത്ത വിധം പുറത്താക്കപ്പെടുന്ന അവസ്ഥ.
ഇനി ആജീവനാന്ത ഭരണാധികാരി തന്നെ ആയിക്കോട്ടെ, ചക്രവർത്തിയാകട്ടെ. അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ രാജാക്കന്മാര് മരണം വരെ അവർ അധികാരികളാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ പ്രജകളുടെ കാര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രയാസം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ വേണ്ട വിധത്തിൽ താങ്ങും തണലുമാകാൻ, സാന്ത്വനമേകാൻ, സന്തോഷം പകരാൻ, സുരക്ഷ സമ്മാനിക്കാൻ ലോകത്തേത് ചക്രവർത്തിമാർക്കാണ് സാധിക്കുക? വയനാട്ടിൽ നടന്ന ദുരന്തം, ആ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് കേരള ജനത ഇപ്പോഴും മുക്തരായിട്ടില്ല. തകർന്നടിഞ്ഞ ആ മണ്ണിലേക്ക് അധികാരികൾ വന്നല്ലോ. പലരും മാനത്തേക്ക് നോക്കി നിസ്സഹായത തുറന്ന് പ്രകടിപ്പിച്ചു. ചില മന്ത്രിമാരൊക്കെ പാവപ്പെട്ട നിസ്സഹായരായ എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങളുടെ മുന്നിൽ ആശ്വാസത്തിന്റെ ഒരു വാക്ക് പറയാനാകാതെ കൊച്ചുകുട്ടികളെ പോലെ വിതുമ്പി കരയുന്ന രംഗങ്ങളും നമ്മളൊക്കെ സ്ക്രീനിൽ കണ്ടു. എന്നാൽ ഈ രാജാക്കന്മാർ അള്ളാഹുവിന്റെ മശായിഖന്മാരായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദമിൽ നിൽക്കുന്ന ചക്രവർത്തിമാർ, യഥാർത്ഥ സുൽത്താൻമാർ, യഥാർത്ഥ സയ്യിദന്മാർ, ഉമറാക്കൾ, അവർക്ക് മാനവ മക്കൾക്ക് എവിടെയും സുരക്ഷ സമ്മാനിക്കാൻ സാധിക്കും. കണ്ടില്ലേ നിങ്ങള്? ഏതൊരു സമൂഹത്തിനാണ് നിർഭയരായി കഴിയാൻ സാധിക്കുക? ഏതൊരു ജനതയ്ക്കാണ് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക? പ്രകൃതി ദുരന്തങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, വിപത്തുകളാകട്ടെ, അതിലൊന്നും പേടിക്കാതെ, ആശങ്കകളില്ലാതെ സ്വസ്ഥരായി സന്തോഷവാന്മാരായി ജീവിക്കാൻ ആർക്കാണ് കഴിയുക? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അക്കാര്യം ഖുർആനില്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു ഒരു ജനതയെ ശിക്ഷിക്കുകയില്ല, അദാബാക്കുകയില്ല. ഏത് ജനതയെ? വഅൻത ഫീഹിം, അല്ലയോ ഹബീബേ, എന്റെ റസൂലേ, എന്റെ ഖലീലേ, അങ്ങയുടെ സാന്നിധ്യമുള്ള ഒരു സമൂഹത്തെയും അല്ലാഹു ശിക്ഷിക്കുകയില്ല. വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അങ്ങയുടെ അനുയായികളായ ദാസന്മാർ റബ്ബിനോട് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കെ അങ്ങയുടെ സാന്നിധ്യമുള്ള ഒരു സമൂഹത്തെയും അല്ലാഹു ശിക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇന്നെങ്ങനെ മുത്ത് റസൂലിന്റെ സാന്നിധ്യം? അവിടത്തെ വാരിധീങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാന്മാരായ അഹ്ലു ബൈത്തിനോടുള്ള ഹുബ്ബ് ഹൃദയം നിറച്ചു വെച്ചുകൊണ്ട് മുത്ത് റസൂലിന്റെ സാന്നിധ്യത്തിന്റെ സംസ്ഥാപനം നമ്മളിൽ ഉണ്ടായാൽ, ഏതൊരു ജനതയിൽ ഉണ്ടായാലും അവർക്ക് രക്ഷയാണ്. വയനാട് പൊട്ടിക്കീറി എല്ലാം തകർന്ന് തരിപ്പണമായപ്പോ മുഹിബ്ബുർ റസൂലുകളായ അവിടുത്തെ വാരിധീങ്ങളെ നെഞ്ചകത്ത് വഹിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഭവന നഷ്ടങ്ങളും വിഭവ നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു രോമത്തിനു പോലും പോറലേൽക്കാതെ രക്ഷപ്പെട്ട സംഭവം ലേറ്റസ്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. മാലത്തുൽ ഐശി ഇല്ലാ സുഹബത്തുൽ ഫുഖറാ ഹുമുസ് സലാത്തീനു വസാദാതു വൽ ഉമറാ. മുസ്ലിം ലോകത്തിന് രക്ഷപ്പെടാൻ ഇവരെ കൊണ്ടേ കഴിയൂ. അള്ളാഹുവിനെ ഉൾക്കൊള്ളാനാകണമെങ്കിൽ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ മുസ്ലിം സമൂഹമേ, മുത്ത് റസൂലിനെ പരിചയപ്പെടാനാകണമെങ്കിൽ, ജാമിഉൽ മുഅ്ജിസത്തായ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ ഈ മഹാചക്രവർത്തിമാരുടെ കൂടെ കൂടുകയല്ലാതെ, അവരിൽ നിന്ന് പഠിച്ചറിഞ്ഞിട്ടല്ലാതെ സാധ്യമേ അല്ല. എന്താണ് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ? മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്താണ്? ഒരു ഭാഗത്ത് ഫെമിനിസ്റ്റുകൾ, സ്ത്രീ സ്വാതന്ത്ര്യവാദികൾ, ഫ്രീ തിങ്കേഴ്സ്, സ്വതന്ത്ര ചിന്താഗതിക്കാർ,
എക്സ് മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി രാജിവെച്ച് പുറത്തുപോയി സ്വതന്ത്ര ചിന്തകരായി മാറിയ ഒരു പറ്റം യുവാക്കൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ അരങ്ങ് വാണുകൊണ്ടിരിക്കുകയാണ്. അവർ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ഉയർത്തിക്കാട്ടുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ ഭാഷാപരമായ തെറ്റുകളുണ്ട്, താത്വികമായ പിഴവുകളുണ്ട്, ആശയപരമായ വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും അല്ലാതെയും ഇത്തരം സ്വതന്ത്രവാദികൾ വെല്ലുവിളി നടത്തി മുന്നോട്ട് വരുമ്പോ ഭാഷ കൊണ്ട് ഖുർആൻ പഠിച്ച അറബ് സാഹിത്യം കൊണ്ട് ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിച്ച ഖുർആൻ പണ്ഡിതരെന്ന് സ്വയം അവകാശപ്പെടുന്ന ചില ആളുകൾ രംഗത്ത് വന്നു. അവരുമായിട്ട് ഡിബേറ്റ് നടത്തി. എന്നിട്ട് എന്തായത്? പാണ്ടിലോറിയുടെ കയറിനടിയിൽപ്പെട്ട തവളയുടെ അവസ്ഥ, ഒന്നുടുക്കല്ലാത്ത അവസ്ഥ. തമാശ പറയല്ല, യൂട്യൂബിലൊക്കെ ഒന്ന് നോക്ക്. വലിയ വലിയ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ യുക്തിവാദികളുമായിട്ട് സംവദിക്കാൻ ചെന്നിട്ട് ഉത്തരമില്ലാതെ ഉത്തരം മുട്ടി പരിഹാസ്യരായി മടങ്ങിപ്പോരുന്ന അവസ്ഥ. വിശുദ്ധ ദീനിന്റെ കുഴപ്പമല്ല, പരിശുദ്ധ ഖുർആൻ വള്ളി പുള്ളി തെറ്റാതെ എക്കാലത്തും പ്രായോഗികമായി നിലനിൽക്കുക തന്നെ ചെയ്യും. ഖുർആനിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഖുർആനിനെ സമീപിക്കേണ്ട സമീപന രീതിയിൽ വന്ന പിഴവാൻ ഫഅല യഫ്അലു സർഫാക്കിയിട്ട് ഖുർആൻ പഠിക്കാൻ പോയാൽ നടക്കൂല. ആരാ ഖുർആൻ പഠിപ്പിച്ചത്? ആരാ ഖുർആൻ പഠിപ്പിക്കുന്നത്? ആരാ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. റഹ്മാനായ അല്ലാഹുവാണ് ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹു അവന്റെ റഹ്മാനിയത്ത് എന്ന സിഫത്തിന്റെ പവറിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നരായി ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടവേ അല്ലാഹു അവന്റെ റഹ്മാനിയത്തിന്റെ പവർ കൊണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി. എന്താ റഹ്മാൻ? ശിക്ഷയും ശിക്ഷണവും കലർന്ന കാരുണ്യമാണ് റഹ്മാനിയത്തിലുള്ളത്. പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വേദനിപ്പിക്കണം. ഖുർആന്റെ ടീച്ചിങ് അധ്യാപനം തുടങ്ങിയപ്പോ തന്നെ ഒന്ന് പീഡിപ്പിച്ച് വേദനിപ്പിച്ചാണല്ലോ മുത്ത് റസൂലിനെ ഹിറാ ഗുഹയിൽ നിന്ന് വിട്ടത്. അങ്ങനെയല്ലേ? ആ പഠനത്തിന് തുടക്കം കുറിച്ച് അതിന്റെ പ്രയാസം അനുഭവിച്ച് ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്ന് സമ്മിലൂനി ഖദീജ, പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് പറഞ്ഞ് പേടിച്ച് പനിച്ച് വരച്ച് കിടന്നത്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, അല്ലാഹുവിന്റെ റഹ്മാനിയത്ത് എന്ന സിഫത്തിന്റെ പവർ കൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിപ്പിച്ചു. ആ റഹ്മാനിയത്തിന്റെ പവർ കൊണ്ട് തന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം എല്ലാ അണ്ടനും അടകോടനും ഖുർആന്റെ ടീച്ചിങ്ങിന് ടീച്ചറാകാനും ലേണിംഗ് ടെസ്റ്റും ഖുർആൻ സ്കൂളും അതും ഇതുമായിട്ട് രംഗത്ത് വന്നാൽ നടക്കൂല. ഖുർആൻ ഖണ്ഡിതമായി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബി ഹുവൽ ഹഖ്. നബിയെ, അങ്ങേക്ക് നാം സന്ദേശം നൽകിയ, വഹി നൽകിയ ഈ കിതാബ് അത് പരമസത്യമാണ്. റസൂലേ, മുൻകാല വേദങ്ങളെ വാസ്തവമാക്കുന്ന, മുൻകാല വേദങ്ങളെ സത്യമാക്കുന്ന, അതിനകത്തുള്ള പൊരുളുകളെ സ്ഥിരീകരിക്കുന്ന ഖുർആൻ അങ്ങയിലേക്ക് ഇറക്കി തന്ന ഖുർആൻ പരമസത്യമാണ്. ثم أورثنا الكتاب الذين اصطفينا من عبادنا ثم أورثنا الكتاب. അങ്ങേക്ക് തന്നു, അങ്ങത് പഠിപ്പിച്ചു. ഇനി നാം അത് അനന്തര സ്വത്തായി കൈമാറും. ഏത്? അൽ കിതാബ്, ഖുർആൻ. പിറകെ അങ്ങേക്കു ശേഷം പരിശുദ്ധ ഖുർആനിനെ നാം അനന്തരമാക്കി കൊടുക്കും. അനന്തരമായി അതിന്റെ വാരിസീങ്ങൾക്ക് നാം കൈമാറും. ആരാണ് ഈ വാരിസീങ്ങൾ?
അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽപ്പെട്ട പ്രത്യേകം സെലക്ഷൻ കിട്ടിയ, പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ അടിമകളെ ഖുർആനിന്റെ അനന്തരാവകാശികളായി നാം നിയമിക്കുമെന്ന് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ആ അനന്തരം കിട്ടലും അനന്തരം കിട്ടിയ വാരിസീങ്ങളെ കിട്ടലും അതിമഹത്തായ അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം നമുക്ക് കിട്ടിയിരിക്കുന്നു. ആ തിരുഹളറത്തിൽ നാം വന്നെത്തിയിരിക്കുന്നു. മനോഹരമായ സ്വർഗീയമായ ആ സാമീപ്യത്തിന്റെ ആനന്ദം നമ്മളൊക്കെയും വേണ്ടുവോളം ആസ്വദിച്ചിരിക്കുന്നു. ഇതിന് നാം ശുക്റുള്ളവരാകണ്ടേ, ഇതിന് നാം നന്ദിയുള്ളവരാകണ്ടേ. നിഅമത്തുകൾക്കൊക്കെ നന്ദി വേണം. ആരോഗ്യത്തിന് നന്ദി വേണം, ധനം തന്നതിന് നന്ദി വേണം, കുടുംബവും സൗകര്യങ്ങളും ഒരുക്കി തന്നതിന് ശുക്ർ വേണം. ശുക്റിന്റെ മഹാത്മ്യത്തിനനുസരിച്ച്, വണ്ണ വലിപ്പത്തിനനുസരിച്ച്, നിഅമത്തിന്റെ വലിപ്പത്തിനനുസരിച്ച്, അള്ളാഹു തന്ന ഔദാര്യത്തിന്റെ വലിപ്പത്തിനനുസരിച്ച്, അതിന്റെ തോതനുസരിച്ച് ശുക്റും അതിനനുസരിച്ചുണ്ടാകണം. ഈ അന്നിഅമത്തുൽ കുബ്ര, ഏറ്റവും വലിയ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന ആ നിഅമത്ത് ആർക്ക് കിട്ടിയോ, നമുക്കായാലും ആർക്കായാലും അവർ ശുക്റുള്ളവരാകണം. എങ്ങനെ നമ്മൾ ശുക്ർ ചെയ്യുക? എങ്ങനെയാണ് നാം ഇതിന് നന്ദി ചെയ്യാൻ അല്ലാഹുവിന്റെ മുമ്പാകെ? അത് നാം പഠിക്കേണ്ടത് മഹാന്മാരായ സ്വഹാബാ കിറാമിൽ നിന്നാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിട്ടിയ മഹാരഥന്മാരായ സ്വഹാബാക്കൾ ശുക്റുള്ളവരായി. എങ്ങനെയായിരുന്നു അവരുടെ നന്ദി പ്രകടനം? അവർ ആരെക്കാളും മറ്റെന്തിനേക്കാളും തിരുമുസ്തഫ തങ്ങളെ സ്നേഹിച്ചു. സ്നേഹിക്കുക മാത്രമല്ല, അവർ അവരുടെ സർവ്വതും ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. അവരുടെ സമർപ്പണത്തിന്റെ പ്രഖ്യാപനം ഹദീസ് കിതാബുകളിൽ എമ്പാടും കാണാം. അവര് പ്രഖ്യാപിക്കുകയും ചെയ്തു, അന്വർത്ഥമാക്കുകയും ചെയ്തു. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. അവരുടെ പ്രഖ്യാപനാണത്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫദൈനാക ബിആബാഇനാ വ ഉമ്മഹാതിനാ യാ റസൂലല്ലാഹ്. ഞങ്ങൾക്ക് എന്തുണ്ടോ ഏതുണ്ടോ അതൊക്കെയും ആ തിരുമുന്നിൽ ഞങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണ്. എത്രത്തോളം ഞങ്ങളുടെ പോറ്റും പെറ്റുമ്മമാരെ, ഞങ്ങളെ പോറ്റുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കളെ പോലും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് റസൂലേ. മാത്രല്ല, ഈ സമർപ്പണമൊക്കെ അവർക്കൊരു ആവേശമായിരുന്നു. ഗതികെട്ട് ഇതിപ്പോ ചെയ്യാ ശുക്ർ എന്ന് പറഞ്ഞാൽ കഷായം കുടിക്കും പോലെയല്ല, അവർക്കത് ആവേശമായിരുന്നു. ഒരിക്കൽ ഒരു സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു സദസ്സ്, സ്വഹാബാക്കൾ ഒത്തുകൂടിയ സദസ്സ്. അവിടെ വെച്ച് ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഅ അസ്ഹാബിഹി, തന്റെ അനുചരന്മാരുടെ കൂടെ ഇരിക്കവേ തൊട്ടടുത്ത് വിശ്വാസികളിലെ കാരണവരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവിടത്തെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, യാ അബൂബക്കർ മാദാ തുഹിബ്ബു മിനദ് ദുനിയ. അബൂബക്കറെ, താങ്കൾ ഈ ലോക ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ്? യാ അബൂബക്കർ, അല്ലയോ അബൂബക്കർ, മാദാ തുഹിബ്ബു മിനദ് ദുനിയ. ഈ ലോകത്ത് താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ഏതാണ്? ഫഖാല യാ റസൂലല്ലാഹ്. മഹാനരായ സിദ്ദീഖുൽ അക്ബർ അതിന് കൊടുത്ത മറുപടി, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഉഹിബ്ബു മിനദ് ദുനിയാ സലാസ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ആനന്ദമുള്ള, ആഹ്ലാദമുള്ള, എന്റെ മനസ്സ് നിറക്കുന്ന സന്തോഷകരമായ കാര്യങ്ങൾ 3 കാര്യമുണ്ട് നബിയേ. ഏതാണ് ഈ 3 കാര്യം? ഒന്ന്, അൽ ജുലൂസു ബൈന യദൈക. 2, വന്നദറു ഇലൈക. 3, വ ഇൻഫാഖു മാലി അലൈക. എല്ലാം തങ്ങളുമായി ചുറ്റിപ്പറ്റി കിടക്കുന്നത് അതേ ഇട്ടുള്ളൂ.
അൽ ജുലൂസു ബൈന യദൈക, അങ്ങയുടെ സവിധത്തിൽ വന്നങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാല് ഞാൻ മതിമറന്നു പോകുന്ന സാഹചര്യമാണ്, രംഗമാണത് തങ്ങളെ. വന്നദുറു ഇലൈക, പ്രശോഭിതമായ ആ വദനത്തിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുക, അതാണ് രണ്ടാമത്തെ കാര്യം. വഇൻഫാഖു മാലി അലൈക, എനിക്ക് എന്ത് സ്വത്തുണ്ട്, എന്ത് ധനമുണ്ട്, അതൊക്കെയും അങ്ങ് പറയുന്ന ഇടങ്ങളിൽ അങ്ങേക്ക് വേണ്ടി ചിലവഴിക്കുക. ഇതാണ് ഈ ലോക ജീവിതത്തിലെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ അവസ്ഥ റസൂലേ. ഇതവർക്ക് ആവേശമായിരുന്നു. എല്ലാം അവർ സമർപ്പിച്ചു സന്തോഷത്തോടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അർഹിക്കുന്ന ആദരവും ആ തിരുഹളറത്തിൽ പാലിക്കേണ്ടുന്ന അദബുകളൊക്കെയും സ്വഹാബാക്കളിൽ നമുക്ക് ദൃശ്യമാകും. സത്യവിശ്വാസികൾ ഏറ്റവും അധികം അദബുകൾ പാലിക്കേണ്ടത്, ആദരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഖുലഫാക്കളായ ആ തിരുഖദമിൽ നിൽക്കുന്ന മഹാജ്ഞാനികളായ മശായിഖന്മാരുടെ മുന്നിലാണ് ഏറ്റവും വലിയ അദബ് കാഴ്ചവെക്കേണ്ടത്. എന്തുകൊണ്ട്? നമ്മൾ അദബ് വേണം, മര്യാദ വേണം, അച്ചടക്കം വേണം, ബഹുമാനം വേണം എന്നൊക്കെ വഴുത് പറഞ്ഞിട്ട് ആ അദബിന്റെ മഹത്വം വഴുത് പറഞ്ഞുകൊണ്ട് ബഹുമാനം ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഇവർ ആദരിക്കപ്പെടണം, എന്തുകൊണ്ട് ഇവർ വന്ദിക്കപ്പെടണം, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മഹാന്മാരായ സൂഫിമാർ, ജ്ഞാനികൾ പറയുന്നുണ്ട്, മാ ഹദ്റത്തു ശൈഖി ഇല്ലാ ഹദ്റത്തുല്ലാഹ്. ഇവരുടെ സന്നിധി, മശായിഖന്മാരുടെ തിരുഹദ്റത്തുകൾ, സന്നിധികൾ, ഇല്ലാ ഹദ്റത്തുല്ലാഹ്, അത് അല്ലാഹുവിന്റെ സഭ തന്നെയാണ്, സന്നിധിയാണ്. അവരുടെ സവിധം അല്ലാഹുവിന്റെ സവിധമാണ്. അവരുടെ ഹദ്റത്ത് അല്ലാഹുവിന്റെ ഹദ്റത്താണ്. ഇത് ഖുർആൻ പറഞ്ഞല്ലേ. അല്ലാഹുവിനെ ആദരിക്കേണ്ടത്, അല്ലാഹുവിനെ അനുസരിക്കേണ്ടത്, അല്ലാഹുവിനെ വഴിപ്പെടേണ്ടത് അവൻ വിട്ട ദൂതന്മാരെ ആദരിച്ചും അനുസരിച്ചും വഴിപ്പെട്ടുകൊണ്ടും മാത്രമാണ്. മയ്യുതിർ റസൂല ഫഖദ് അതാഅല്ലാഹ്. അല്ലാഹുവിനെ അനുസരിക്കാൻ ഇവരെ അനുസരിക്കുക, വേറെ ഒരു മാർഗവുമില്ല. മാത്രമല്ല ഇവരുടെ കണ്ണും കാതും കയ്യും കാലും ഞാനാണെന്നാണ് അല്ലാഹു പറഞ്ഞത്. സ്വഹീഹായ ഖുദ്സിയായ ഹദീസല്ലേ. എന്റെ ഇഷ്ടദാസന്മാരുടെ കണ്ണും കാതും കയ്യും കാലും ഞാനാണ് എന്ന് വെച്ചാൽ എന്റെ കുദറത്തുകൾ വെളിപ്പെടുന്ന ഇടങ്ങളാണ് അവരുടെ അവയവങ്ങൾ. അവരിലൂടെ അള്ളാഹു പ്രവർത്തിക്കണം. അവർക്ക് ഒന്നും ചെയ്യാനില്ല, അവരൊന്നും ചെയ്യൂല. അവരിലൂടെ അള്ളാഹുവാണ് പ്രവർത്തിക്കുന്നത്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. പരിശുദ്ധ ഖുർആൻ. ശത്രുക്കളുടെ നേരെ ചരൽക്കല്ല് വാരി എറിഞ്ഞല്ലോ റസൂലുള്ളാഹ്, അങ്ങനെ രക്ഷപ്പെട്ടല്ലോ. നബിയെ, അങ്ങ് ആ ശത്രുവ്യൂഹത്തിന്റെ നേരെ ചരൽക്കല്ലുകൾ വാരി എറിഞ്ഞപ്പോൾ അങ്ങല്ല എറിഞ്ഞിട്ടുള്ളത്, വലാകിന്നല്ലാഹ റമാ, അല്ലാഹുവാണ് തീർച്ചയായിട്ടും എറിഞ്ഞത്. അവരിലൂടെ അല്ലാഹു പ്രവർത്തിക്കണം. അതുകൊണ്ട് അവരുടെ ഹദ്റത്ത്, അവരുടെ സന്നിധി അല്ലാഹുവിന്റെ സന്നിധിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ടവസ്ഥ ഉണ്ട്. ഒരവസ്ഥ റസൂലുള്ളയായി സംസാരിക്കുക, അല്ലാഹുവിന്റെ ദൂതരായിട്ട് സംസാരിക്കുക, ജനങ്ങളോട് ഇടപെടുക, ഇടപഴകുക റസൂലുള്ളയായിട്ട്. മറ്റൊന്ന് അല്ലാഹുവിൽ നിന്ന് നേരിട്ട് സംസാരിക്കുന്ന അവസ്ഥ. രണ്ടവസ്ഥയുണ്ട്. അങ്ങനെയല്ലേ ഖുർആനും സുന്നത്തും ഉണ്ടായത്, ഖുർആനും ഹദീസും ഉണ്ടായത്. രണ്ടും ആ തിരുനാവിലൂടെ പുറത്തേക്ക് വന്നതാ, ഖുർആനായാലും ഹദീസായാലും. ഒന്ന് റസൂലുള്ളയായി സംസാരിക്കുന്നു, മറ്റൊന്ന് അല്ലാഹുവിൽ നിന്ന് നേരിട്ട് സംസാരിക്കുന്നു. ഈ രണ്ടവസ്ഥയിലും ആ ഹദ്റത്ത് അല്ലാഹുവിന്റെ ഹദ്റത്ത് തന്നെ. അപ്പൊ എത്രമാത്രം നാം ആദരിക്കണം, എത്രമാത്രം നമുക്ക് ജാഗ്രത വേണം, സൂക്ഷ്മത വേണം. അല്ലാഹുവിന്റെ ഷിയാറുകൾ ഈ ഭൂമിയിൽ എമ്പാടുണ്ട്. ഈ ഷിയാറുകളെ ആദരിക്കുന്നവരാണ് മുത്തഖികൾ, അവരാണ് യഥാർത്ഥ ഭക്തർ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
അള്ളാഹുവിന്റെ ഷിയാറുകൾ നമുക്കറിയാലോ. ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ലാഹ്. സഫാ മർവ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അത് മാത്രമല്ല, ഉദൂഹിയത്തിന് അറക്കാൻ കൊണ്ടുവരുന്ന പോത്ത് പോലും വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശാഇരില്ലാഹ്. ഉദൂഹിയത്തിന് അറക്കാൻ കൊണ്ടുവരുന്ന പോത്ത് അള്ളാന്റെ ഷിയാറാണ്. അള്ളാഹുവിന്റെ മശായിഖന്മാര് മഹാന്മാര് ഷിയാറാന്ന് പറഞ്ഞാൽ ചിലർക്കൊരു വയറുവേദന, അത് പോന്ന് അവിടെ വേചാറ്. പോത്ത് അള്ളാന്റെ ഷിയാറാന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, ഒരു ഗതികേടാ ചോദിച്ചു. അള്ളാഹുവിന്റെ ഷിയാറുകൾ എമ്പാടുണ്ട് ഇവിടെ. ആ ഷിയാറുകളുടെ കൂട്ടത്തിൽ പ്രസിദ്ധമായ അതിപ്രധാനമായ ഷിയാറുകളിൽപ്പെട്ട ഒന്നാണ് വിശുദ്ധ കഅബാലയം. നമുക്കറിയാം, മുസ്ലിം ലോകത്തിന്റെ ആദരണീയ കേന്ദ്രമാണത്. തിരുഗേഹമാണ് കഅബ മന്ദിരം. ഒരു വിശ്വാസിയുടെ വികാരമാണ് കഅബ, അല്ലേ? അതേതൊരു പൊട്ട മഴ നിറഞ്ഞ മാതിരി വെറും മണ്ണും കല്ലൊന്നും അല്ല, മുസ്ലിമീങ്ങൾക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷേ മശായിഖന്മാരുടെ സ്ഥാനത്തേക്ക് വെച്ച് നോക്കുമ്പോൾ കഅബയുടെ സ്ഥാനമൊക്കെ വളരെ താഴെയാണ്, വളരെ താഴെ. കഅബാലയത്തിന്റെ 10 മടങ്ങ് പവറിലാണ് മഹാന്മാരായ മശായിഖന്മാരുള്ളത്. എന്തിന്? ഒരു സാദാ സീതാ മുസൽമാൻ, ഒരു മുഅ്മിൻ, ഒരു യഥാർത്ഥ മുഅ്മിൻ, ആ മുഅ്മിനിന് കഅബയേക്കാൾ പവറുണ്ട്. ഹദീസിലൊക്കെ സ്വഹീഹായ ഹദീസിൽ നമ്മളെ വക പറയല്ല. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നു, റഅയ്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതൂഫു ബിൽ കഅബ. ഞാനൊരു രംഗം കാണുകയാണ്. ഞാൻ മസ്ജിദുൽ ഹറമിൽ നിൽക്കുമ്പോൾ മതാഫിലൂടെ ഉന്നാര നബി തങ്ങൾ കഅബാലയത്തെ വലയം വെക്കുന്നു, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന രംഗം ഇബ്നു ഉമർ കാണുന്നു. തവാഫ് ചെയ്യുമ്പോൾ കഅബാലയത്തിന്റെ നേരെ നോക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് പറയുന്നു, മാ അത്യബകി വമാ അത്യബകി വഅത്യബ റീഹകി മാ അഅലമകി വഅഅലമ ഹുർമതകി. കഅബാലയമേ, നിന്നെ ഇത്ര ചന്തമുള്ളതാക്കിയതെന്താ? നിന്നെ ഇത്ര മഹത്വമുള്ളതാക്കിയ വസ്തുത എന്താണ്? നിനക്കിത്ര സൗരഭ്യം തന്നതെന്താണ്? നീ എത്ര ആദരണീയ ഗേഹമാണ്, നീ എത്ര മുന്തിയ ഭവനമാണ്. കഅബാലയത്തോട് പറയാണ്, മാ അത്യബകി, നിന്നെ ഇത്ര നന്നാക്കിയതെന്താണ്? മാ അത്യബ റീഹകി, ഇത്ര നല്ല സുഗന്ധം നിനക്ക് എവിടുന്ന് കിട്ടി? മാ അഅലമകി വഅഅലമ ഹുർമതകി, നിന്റെ പൂരിശ ഇത്ര മഹത്വമായത് എന്തുകൊണ്ടാണ്? ഇങ്ങനൊക്കെ വർണ്ണിച്ചങ്ങനെ പറഞ്ഞിട്ട് പിന്നെ റസൂൽ പറയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരു ശക്തിയുടെ കരങ്ങളിലാണോ അതേ അല്ലാഹുവിനെ തന്നെ സത്യം. ലഹുർമത്തുൽ മുഅ്മിനി അഅലമു ഇൻദല്ലാഹ് ഹുർമതം മിൻകി. കഅബാലയമേ, ലഹുർമത്തുൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിയുടെ പവിത്രത, മഹത്വം, സ്ഥാനമാനം ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മുഅ്മിനിനുള്ള സ്ഥാനം. ഹുർമതം മിൻകി, നിന്റെ ഈ സ്ഥാനത്തിന്റെ ഒരുപാട് മീതയാണ്. ഒരു സാധാരണ മുഅ്മിനിന് കഅബാലയത്തെക്കാൾ ഹുർമത്തുണ്ട്. അപ്പൊ മശായിഖന്മാരുടെ പവറും ഇത്ര വലിയ മഹത്വം. ജീവിതത്തിൽ കഅബ കാണുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. ആദ്യമായിട്ട് ആ ഗേഹന കാണുമ്പോൾ ആ ആത്മനിർവൃതി കൊണ്ട്, എന്തോ വികാരം കൊണ്ട് കണ്ണുകൾ നിറയും, മനസ്സിൽ സന്തോഷത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥ. മശായിഖന്മാരെ മുന്നിൽ ചെല്ലുമ്പോൾ അപ്പൊ നമുക്ക് എന്താ ഉണ്ടാവേണ്ടത്? വാസ്തവത്തിൽ എന്തൊരു വികാരമാണ് സത്യത്തിൽ നമുക്കുണ്ടാകേണ്ടത്? ഇതൊക്കെ പറയുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിക്കപ്പെടണം. അവിടെ തർക്കമൊന്നുമില്ല. അവിടത്തെ അൽ ഖുലഫാഉർ റാഷിദൂൻ ആദരിക്കപ്പെടണം. മുസ്ലിം ലോകത്തിൽ തർക്കമില്ല. നീ സുന്നികൾ എന്ന് പറയുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളായ ആളുകൾക്കിടയിൽ അൽ അഖ്താബുൽ അർബഅ, 4 ഖുതുബുമാര്, അവർ ആദരിക്കപ്പെടണം. അവിടെ തർക്കമില്ല. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ആദരിക്കപ്പെടണം. അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരൊക്കെ ആദരിക്കപ്പെടണം. ഇതിൽ തർക്കമില്ല. പക്ഷേ പിൽക്കാലത്ത് വന്നവരായ ആളുകളെ
അവരെ പോലെ ആദരിക്കേണ്ടതുണ്ടോ? ഇതാണ് ഒരു ചോദ്യം. അഹ്ലു സുന്ന എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെന്നെ പറയാണ്, അന്നുള്ള പോലെ പവറിലൊന്നും ഇപ്പൊ ഒന്നും ആരും ഉണ്ടാവൂല. ജനങ്ങളൊക്കെ ദുഷിച്ച് അധമന്മാരായി മാറിയപ്പോ പിന്നെ നായകന്മാരായി വരുന്നവർക്കൊക്കെ റാങ്കും റേഞ്ചും കുറവാ. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കപ്പെടുകയാണ്, ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. എന്നാൽ ഒരു വസ്തുത നിങ്ങൾ അറിയാം, കാര്യം തിരിയുന്ന മഹാജ്ഞാനികൾ ശൈഖ് ഇബ്നു അജീബ റഹിമഹുള്ളയുടെ ഗുരുവര്യരായ ശൈഖായ അശ്ശൈഖ് അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ആദാബുൽ മർദിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു സത്യം. അതെന്താ? വലികുല്ലി സമാനിൻ റജുലുൻ കാമിലുൻ. എല്ലാ ഓരോ കാലഘട്ടത്തിനും തികഞ്ഞ ഒരു മനുഷ്യനുണ്ടാകും നേതാവായി. വലികുല്ലി സമാനിൻ, എല്ലാ കാലത്തും ഉണ്ടാകും റജുലുൻ കാമിലുൻ, ഒരു തികഞ്ഞ ഒരു മനുഷ്യൻ. യഅനി അക്മലു അഹ്ലി സമാനിഹി, എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലുള്ള സമ്പൂർണരായ വ്യക്തിത്വം, എല്ലാവരുടെയും നേതൃത്വം, കുത്തുബുമാരുടെ, ഗൗസുമാരുടെ, ഔതാദുമാരുടെ, അബ്ദാലുമാരുടെ, വലിമാരുടെ ഒക്കെയും നേതൃസ്ഥാനത്ത് ഒരാൾ എല്ലാ കാലത്തും ഉണ്ടാകും. എന്നിട്ട് ശൈഖ് അഹ്മദ് റഹിമഹുള്ള പറയാണ്, ഈ ആൾക്ക് മുൻഗാമികളെക്കാൾ പവർ വേണം, മുൻഗാമികളെക്കാൾ കരുത്ത് വേണം. എന്തുകൊണ്ട്? പണ്ടത്തെ കാലമല്ല, പിന്നെ വരുന്ന കാലം. ലോകം വളരുകയാണ്, വികസിക്കുകയാണ്. വർത്തമാനകാലത്ത് കൈവെള്ളയിൽ ഇരിക്കുന്ന മൊബൈൽ സ്ക്രീനിൽ നോക്കി ഫ്രാങ്ക്ഫർട്ടിലെയും ന്യൂയോർക്കിലെയും കമ്പോള നിലവാരം മനസ്സിലാക്കാൻ കഴിയും. ആകാശ വാർത്തകൾ മൊബൈൽ സ്ക്രീനിലൂടെ വായിക്കാൻ പറ്റും. ഇതാണ് ലോകം. ഇത്ര വികസിച്ച ലോകം. ഇവിടെയാണ് നേതൃത്വമായി, നായകന്മാരായി, ലീഡർഷിപ്പുമായി വരുന്നത് ഇവര്. അതുപോലെ പണ്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ അറിവൊന്നുമില്ല. എന്തോ ഇച്ചിരിയൊക്കെ പഠിച്ചാൽ മശായിഖന്മാരാണെങ്കിലും മുർസലുകളാണെങ്കിലും നബിമാരാണെങ്കിലും അവർ പറയുന്നത് ഉൾക്കൊള്ളാൻ എളുപ്പമാണ്. കൂടുതൽ അറിവൊന്നുമില്ല, ചെറിയ അറിവുള്ളൂ. അതുകൊണ്ട് ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളെ സയൻസും ടെക്നോളജിയൊക്കെ വളർന്നപ്പോ നമ്മുടെ മനസ്സിൽ കുറെ കച്ചറ റൈറ്റുകളുണ്ട്. ഇതൊക്കെ അവിടെ കിടക്കുമ്പോ അതിലൊക്കെ ഇട്ടൊന്ന് സ്കാൻ ചെയ്തിട്ടൊക്കെ വേണം അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ. അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കാലം വളർന്ന് മുന്നോട്ട് പോയപ്പോൾ, ലോകം വളർന്ന് വികസിച്ചപ്പോൾ, ആളുകളിൽ ഒരുപാട് പരിവർത്തനങ്ങൾ വന്നപ്പോൾ, പുതുപുത്തൻ ലോകത്തേക്ക് കടന്നു വരുന്ന ഈ സമ്പൂർണ്ണ വ്യക്തിത്വങ്ങൾക്ക് മുൻഗാമികളെക്കാൾ പവർ വേണം. അൽ-ആദാബുൽ മർദിയയിൽ കാണാം, വമിൻ ഹാദൽ മഅന, ഈ അർത്ഥത്തിൽ, ഏതർത്ഥത്തിൽ? ലോകം വളരെയാണ്, ജനങ്ങൾ വളരെയാണ്. ഈ അർത്ഥത്തിൽ കാനത്ത് വിലായത്തുൽ മുതഅഖിരീൻ, പിൽക്കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന വലിമാരുടെ പവർ, ഇന്നൊക്കെ വരുന്ന, ഇനി ശേഷം വരാനിരിക്കുന്ന വലിമാർ, അവരുടെ വിലായത്തിന്റെ, അധികാരത്തിന്റെ പവർ അഖ്വാ വഅഅലാ മിൻ വിലായത്തിൽ മുതഖദ്ദിമീൻ, പൂർവികരായ കഴിഞ്ഞുപോയ മശായിഖന്മാരുടെ വിലായത്തിനേക്കാൾ, അധികാര പവറിനേക്കാൾ ശക്തമായ ഉയർന്ന പവർ പിൻകാലത്ത് വരുന്നവർക്ക് വേണം. അത് ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ എന്ന് മഹാനായ ശൈഖ് അഹ്മദ് റഹിമഹുല്ലാഹ്. എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിൽ സ്വഹാബാ കിറാം ഏതൊരു രീതിയിലാണോ നിലകൊണ്ടത്, ഗൗസുൽ ആലം തങ്ങളുടെ മക്കള് ആ തങ്ങളുടെ സവിധത്തിൽ എങ്ങനെയാണോ അദബ് കാണിച്ചത്, റിഫായി തങ്ങളുടെ മക്കൾ എങ്ങനെയാണ് അഭിവന്യ ഗുരുവിനോട് പെരുമാറിയത്, അതുപോലെ അതിനേക്കാൾ ഉപരി ആദരവും അച്ചടക്കവും പിൽക്കാലത്ത് വരുന്ന മശായിഖന്മാരുടെ കാര്യത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ അദബുകൾ, തിരുഹദറത്തിലെ അദബുകളിൽ നിന്ന് മഹാന്മാരായ ഇമാം ശഅറാനി റഹിമഹുള്ള അടക്കമുള്ള സൂഫി ലോകത്തെ പ്രഗത്ഭരായ മഹാജ്ഞാനികൾ രേഖപ്പെടുത്തി വെച്ച ചില അദബുകൾ, അതിലേക്കാണ് സൂചന നൽകാൻ ഇനി ബാക്കിയുള്ള സമയം ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഈ അദബ്? തിരുഹദറത്തിൽ അദബ് വേണം. അതിന്റെ എന്തുകൊണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
അവർ ആദരിക്കപ്പെടണം. എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഈ എങ്ങനെ, ഈ അദബെങ്ങനെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി തങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ് അച്ചടക്കം പാലിക്കേണ്ടത്, ആ തിരുഹളറത്തിൽ എങ്ങനെയാണ് നിലകൊള്ളേണ്ടത്, ഇത് പഠിപ്പിക്കാനാണ് പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം മുഴുവനായിട്ട് ഏറെക്കുറെ സൂറത്തുൽ ഹുജറാത്ത്. ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ റൂമുകൾ. ഹുജറത്തിന്റെ ബഹുവചനമാണ് ഹുജറാത്ത്, റൂമുകൾ. റൂമുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്ന വീടുകൾ അല്ലെങ്കിൽ റൂമുകൾ, ഇതാണ് അതിനർത്ഥം. എന്ന് വെച്ചാൽ റസൂലുള്ളാഹി തങ്ങളുള്ള ഹളറത്തുകൾ, അൽ ഹുജറാത്ത്, ആ പരിശുദ്ധ സവിധങ്ങൾ, സന്നിധികൾ. ഇതാണ് അധ്യായത്തിന്റെ പേര് തന്നെ. മുത്തു റസൂലിന്റെ സന്നിധികൾ, തങ്ങളുള്ള റൂമുകൾ, തങ്ങളുള്ള ഇടങ്ങൾ. ഇതിലെ ഒന്നാമത്തെ ആയത്ത് തൊട്ട് സ്വഹാബാക്കളെ അച്ചടക്കം പഠിപ്പിക്കാം. നിസ്കാരം, നോമ്പും ഹജ്ജും സക്കാത്തും പഠിപ്പിച്ചതിനേക്കാൾ തീവ്രമായ ഭാഷയിൽ കാര്യഗൗരവത്തോടുകൂടെയാണ് അല്ലാഹു തിരുഹളറത്തിലെ അദബ് സ്വഹാബാക്കൾക്ക് മുസ്ലിം ലോകത്തിന് പഠിപ്പിച്ചത്. അതിലൊന്നാമത്തെ ആയത്തിന്റെ ഏതാനും ചില ആശയ ഭാഗങ്ങൾ മുൻ വർഷങ്ങളിൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി സംസാരിക്കാത്ത ചില മേഖലകളിലേക്കാണ് ഇൻഷാ അല്ലാഹ് പോകാൻ ഉദ്ദേശിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിനും അവന്റെ തിരുദൂതർക്കും ഒരിക്കലും മുന്നിലാകരുത്. അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ ഒരിക്കലും മുൻകടക്കരുത്. എന്ന് വെച്ചാൽ സംസാരത്തിൽ തിരുമുസ്തഫ തങ്ങൾക്ക് മുൻകടക്കരുത്, ഓവർടേക്ക് ചെയ്ത് സംസാരിക്കരുത്. നിങ്ങളുടെ ചിന്താഗതിയിൽ മുൻകടക്കരുത്. നിങ്ങളുടെ കാൽക്കുലേഷനുകളിൽ, പ്ലാനിങ്ങുകളിൽ, നിങ്ങളുടെ സമീപനങ്ങളിൽ, നിങ്ങളുടെ നടത്തത്തിൽ, ഇരിപ്പില്, നിങ്ങളുടെ യാത്രകളിൽ ഒന്നിലും തന്നെ മുത്ത് റസൂലിന് നിങ്ങൾ മുൻകടന്നു പോകരുതേ. ഈ നിർദ്ദേശം കേട്ട് അനുസരിച്ച് അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച മഹാന്മാരായ സ്വഹാബാക്കൾ വളർന്നു, ഉയർന്നു, അവർ മഹാന്മാരായി മാറി. അവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, റളിയല്ലാഹു അൻഹും വറദൂ അൻ വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അലീം. ഇതനുസരിച്ച സ്വഹാബാക്കൾ. ഏത്? നിങ്ങൾ അല്ലാഹുവും റസൂലിനും ഒരു കാര്യത്തിലും നിങ്ങൾ മുൻകടന്ന് വരരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു വിഷയത്തിലും നിങ്ങൾ മുൻകടന്ന് വരരുത്. പറഞ്ഞോടത്ത് അവിടെ നിന്നോളണം, അടങ്ങി ഒതുങ്ങി അവിടെ കഴിഞ്ഞോളണം. ഒരു ഇഞ്ച് നിങ്ങൾ മുൻകടന്നു പോകരുത്. ഇതനുസരിച്ച സ്വഹാബാക്കൾ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായ നമ്മുടെ പൂർവികർ റളിയല്ലാഹു അൻഹും, അവർ അല്ലാഹ് ഇഷ്ടപ്പെട്ടു, വറദൂ അൻഹു, അവർ അല്ലാഹനെയും ഇഷ്ടപ്പെട്ടു. അവർക്ക് വേണ്ടിയാണ് ശാശ്വതമായി സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ട സ്വർഗീയ പറുദീസ ഒരുക്കി വെച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ഇവിടെ അടിവരയിട്ടും ചിന്തിക്കാനുള്ളത്, പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്, സഹാബാക്കളുടെ കൂട്ടത്തിൽ അവർക്കിടയിൽ ചിലർ, സഹാബാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ ഈ അല്ലാഹുവിന്റെ കൽപ്പന മറികടന്നു. തിരുമുസ്തഫ തങ്ങളോട് സംസാരത്തിൽ മുൻകടന്നു. ആദരവിന്റെ സമയത്ത് ആദരിക്കാതെ അനാദരവ് കാണിച്ചു. അത് സംസാരത്തിൽ. അങ്ങനെ അനാദരവ് കാണിച്ച് ആ തിരുഹളറത്തിന് അർഹിക്കുന്ന പ്രാധാന്യം വകവെച്ചു കൊടുക്കാതെ
ആ തഅലീം മാനിക്കാതെ സംസാരിച്ച കാരണത്താൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പോലും ഈ ലോകത്ത് വെച്ച് തന്നെ നരകത്തിന്റെ അടിയിലത്തെ തട്ട് ഉറപ്പിച്ച് മുനാഫിഖുകളായി മരിച്ചുപോയ ചരിത്രമുണ്ട് സഹോദരന്മാരെ. എന്ത്? സ്വഹാബാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഈ ഖുർആനിക കൽപ്പന ധിക്കരിച്ച കാരണത്താൽ, അവഗണിച്ച കാരണത്താൽ മുനാഫിഖുകളായി ചത്തുപോയ ചരിത്രം ഇമാം റാസി തഫ്സീറിൽ പറയുന്നു, ഇബ്നു കസീർ തഫ്സീറിൽ പറയുന്നു, ബൈഹഖിയും ഖബറാനിയും അടക്കമുള്ള മുഹദ്ദിസുകൾ ഹദീസ് കിതാബുകളിൽ പറയുന്നു. ചരിത്രം വളരെ വിശാലമാണ്, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നില്ല. ആരാണത്? ജാഅ സഅലബത്തു ഇബ്നു ഹാത്തിബിൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് സഅലബത്തു ഇബ്നു ഹാത്തിബ് എന്ന ആൾ. അയാൾ ഒരിക്കൽ തങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ പാത്തും പതുങ്ങി വന്നു. വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആദരവോടുകൂടെ തന്നെ പറയുന്നത്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഉദ്ഉല്ലാഹ അയ്യർസുഖനി മാലാ, ഇതിനെക്കുറിച്ച് ഫണ്ട് വേണം നബിയേ, എനിക്ക് സമ്പത്തുണ്ടാകാൻ തങ്ങളൊന്ന് ദ്വാരിക്കണം നബിയേ. ഈ ഡയലോഗൊക്കെ അടിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും ഇപ്പൊ ഫണ്ടാ വേണ്ടത്. ഫണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, ഫണ്ട് അത് കുറച്ച് കുറവാ. അതിനൊരു കിടക്കപ്പുറത്തി കൊടുക്കാതെ വിളിയായിട്ടും വരുമ്പോ ഫണ്ടിന്റെ കേസാണ്. അങ്ങനത്തെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. സഅലബ എന്ന മനുഷ്യൻ, സ്വഹാബാക്കളിൽപ്പെട്ട സഅലബ, മുസ്തഫ തങ്ങളുടെ മുന്നിൽ ആ ബഹുമാനം വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അയ്യർസുഖനി മാലാ, എനിക്ക് കുറച്ച് സ്വത്തുണ്ടാകാൻ തങ്ങൾ അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യാമോ? എനിക്ക് അല്പം ധനം വേണം, ഇടങ്ങാറും പ്രയാസമൊക്കെ ഉണ്ട്, സാമ്പത്തികമായി ഞെരുക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് സ്വത്തൊന്നുണ്ടാകാൻ തങ്ങളൊന്ന് ദുആ ചെയ്യണം. പറഞ്ഞതിന് തെറ്റൊന്നുമില്ല. നബി തങ്ങൾ പറഞ്ഞു, വൈഹക യാ സഅലബ, എന്താ സഅലബ താങ്കൾ ഈ പറയുന്നത്? ഖലീലുൻ തുഅദ്ദി ശുക്റഹു ഖൈറുൻ മിൻ കസീരിൻ ലാ തുതീഖുഹു. സഅലബ, എന്ത് വർത്താനാണ് നിങ്ങൾ പറയുന്നത്? ഖലീലുൻ തുഅദ്ദി ശുക്റഹു, അല്പം ഉണ്ടായിട്ട് അതിൽ നന്ദിയുള്ളവനായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുക എന്നത്. അപ്പൊ താങ്കൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടൊന്നുമില്ലല്ലോ, ഉടുക്കാനില്ലാതെ നഗ്നനായിട്ടൊന്നും അല്ലല്ലോ വന്നത്. ഇപ്പൊ നിങ്ങൾക്കുണ്ട്, അത് ഖലീലാണ്, കുറവാണ്. ആ ഖലീൽ കുറഞ്ഞതിൽ നിങ്ങൾ സംതൃപ്തനായി നന്ദിയുള്ളവനായി ജീവിക്കുക എന്നത് ഖൈറും മിൻ കസീരിൻ ലാ തുതീഖുഹു, കൂടുതലുണ്ടായി നന്ദികേട് കാണിക്കുന്നതിലേറെ നല്ലത് താങ്കൾക്ക് അതാണ്. ഇപ്പോഴതുപോലെ പൊരുത്തപ്പെട്ട് ശുക്റുണ്ടായി അങ്ങനെ ജീവിച്ചാല് അതാണ് നിങ്ങൾക്ക് നല്ലത്, കൂടുതലുണ്ടായിട്ട് നന്ദികേട് കാണിക്കുന്നതിനേക്കാൾ. അത് കേട്ടാ മതി, ആ പറഞ്ഞത് കേട്ടാ മതി, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ നന്ദി. ഇത് കേട്ടിട്ട് ശരി, അസ്സലാമു അലൈക്കും സലാം പറഞ്ഞില്ലെങ്കിൽ അവിടെ പോയാ മതി. ഇദ്ദേഹം എന്ത് പറഞ്ഞു? ഫവല്ലാഹി ലഇൻ അഅതാനില്ലാഹു മാലാ ലഊതിയന്ന കുല്ലദീ ഹഖ്ഖിൻ ഹഖ്ഖാ. അയാൾ പറഞ്ഞു, എനിക്ക് ശുക്ർ ചെയ്യാൻ പറ്റൂല, അത് കൈകാര്യം ചെയ്യാൻ പറ്റൂല, പണം ഉണ്ടായാലും നല്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞത്, വല്ലാഹി ഞാൻ ആണയിട്ട് പറയുന്നു റസൂലേ, ലഇൻ അഅതാനില്ലാഹു മാലാ, എനിക്ക് അല്ലാഹു സമ്പത്ത് തന്നാൽ, അങ്ങൊന്ന് ഇടപെട്ട് കുറച്ച് ഫണ്ട് ഇങ്ങോട്ട് തന്നാൽ, ലഊതിയന്ന കുല്ലദീ ഹഖ്ഖിൻ ഹഖ്ഖഹു, ഞാൻ അതിന്റെ ബാധ്യതയൊക്കെ നിറവേറ്റി, ശുക്രിന് വേണ്ട ശുക്ർ, നന്ദിക്ക് വേണ്ട നന്ദി എല്ലാം പ്രകടിപ്പിച്ച് സക്കാത്തും സ്വതത്തയും അതിന്റെ സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഞാൻ മുന്നോട്ട് പോകും എന്ന് അങ്ങോട്ട് പഠിപ്പിച്ചു. ഈ ചങ്ങാതിയെ കുറിച്ച് അച്ചങ്ങാതിക്കറിയിലേറെ തങ്ങൾക്കറിയെന്ന് വിചാരിക്കണ്ടേ? ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കുറിച്ച് നമുക്കറിയുന്നതിനേക്കാൾ അവിടത്തേക്ക് അറിയുന്നത് നമ്മൾ ചിന്തിക്കണം. ഇല്ലെങ്കിൽ എന്തിനാ പിന്നെ പിന്നാലെ നടക്കണേ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം അറിയുന്നുണ്ടെങ്കിൽ. ഇങ്ങനെ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാന് സമ്പത്ത് ഉണ്ടായാല് അതിനോടുള്ള ബാധ്യതയൊക്കെ നിറവേറ്റാൻ എനിക്ക് കരുത്തുണ്ട്, ഞാനത് ചെയ്യും എന്ന് ആണയിട്ട് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അല്ലാഹുമ്മ ർസുഖ്ഹു മാല, എന്നാ പിന്നെ അങ്ങനെ നടക്കട്ടെ. പറഞ്ഞാൽ കേൾക്കൂലെങ്കിൽ പിന്നെ എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. മശായിഖന്മാർ അങ്ങനെ ചെയ്യുള്ളൂ. രണ്ടാമതും വേണ്ട, ഞാനല്ല പറഞ്ഞത്, അങ്ങനെ തടയൂല. ഇത് റസൂലുള്ളാഹി തൊട്ടുള്ള പാരമ്പര്യ. ഒന്നും മര്യാദക്ക് പറയും. അത് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നാ പിന്നെ അങ്ങനെ ആട്ടെ.
ഒരു കച്ചവടം തുടങ്ങണം, ഉള്ള ജോലിയിൽ ഇപ്പൊ സാലറി ഒക്കെ കുറവാണ്. അപ്പൊ പറഞ്ഞു ആ സാലറി മതി മോനെ, അതുകൊണ്ട് പൊരുത്തപ്പെട്ടാണ് പോയാ പോരെ. അല്ല ഫണ്ടുണ്ട്, അളിയൻ പാർട്ണറായിട്ടുണ്ട്, പിന്നീട് തുടങ്ങിക്കോ. ഇന്ന് ഗൾഫ് പോണം. എന്തിനാ മോനെ ഗൾഫ് പോണം? അവിടെ വേറൊരു അള്ളയൊന്നും ഇല്ല, ഇവിടുത്തെ അള്ള തന്നെ അവിടെയുള്ളത്. അള്ള ഇവിടെ വർക്ക് ചെയ്യും. അനിയനയച്ച വിസയാണ്, ഭയങ്കര സാലറിയാണ്. അപ്പൊ എന്നാ പിന്നെ ഒന്ന് പോയി നോക്കുക. എന്നാ പിന്നെ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞ ഈ അനുവാദത്തോടു കൂടെ കച്ചവടം തുടങ്ങിയാൽ ഗൾഫ് പോയാലേ 8ന്റെ 16ന്റെ പണിയാണ് എടുക്കും. ഇത് ഞാൻ പറയല്ല കേട്ടോ, അള്ളാ പറയുന്നത് ഖുർആനിൽ. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും. വ്യക്തമായിട്ട് കൃത്യമായിട്ട് അല്ലാഹു പറഞ്ഞുതരാം. വഅലമൂ, സമൂഹമേ അറിയണേ, നിങ്ങൾ കണ്ണും കാതും ഹൃദയവും തുറന്നൊന്ന് കേൾക്കണേ. അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിലുള്ളത് ദൈവദൂതരാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. നിങ്ങൾക്കിടയിലുള്ളത് കുട്ടികളിയുള്ളത്, നിങ്ങൾക്കിടയിലുള്ളത് റസൂലുള്ളയാണ്. ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും. ആ അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾ ഒപ്പിച്ചു നിൽക്കാൻ തുടങ്ങിയാല്, തങ്ങൾ പറഞ്ഞോടത്ത് നിങ്ങൾ അടങ്ങി ഒതുങ്ങി നിൽക്കാതെ നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് തങ്ങളെ നിങ്ങൾ വലിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾ ഒപ്പിച്ച് തങ്ങൾ നിൽക്കും. അങ്ങനെ ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി, ഭൂരിഭാഗം വിഷയങ്ങളിലും നിങ്ങൾ കൊപ്പിച്ച് തങ്ങൾ നിൽക്കാൻ തുടങ്ങിയാൽ ലഅനിത്തും ലഅനിത്തും ലഅനിത്തും, നിങ്ങൾ കഷായിച്ചു പോകും, നിങ്ങൾ ക്ലേശിച്ചു പോകും, നിങ്ങൾ കഷ്ടപ്പെട്ടു പോകും. ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان. പടച്ചതമ്പുരാൻ കാത്തതുകൊണ്ട് സ്വഹാബത്തെ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ഈമാൻ പ്രിയങ്കരമാക്കി നിങ്ങളെ മനസ്സിൽ അള്ളട്ടു. കുഫറും നിഫാഖൊക്കെ വെറുക്കപ്പെട്ടതാക്കി നിങ്ങളെ നേച്ചറിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതിന്റെ അഭിപ്രായം അവിടെ പറയാൻ പോകും. തങ്ങളെ നിങ്ങളെ റൂട്ടിലേക്ക് വലിച്ചുകൊണ്ടും നിങ്ങൾ കുഴിയിൽ വീഴും. അതന്നെ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം. ഇയാൾ അങ്ങോട്ട് പഠിപ്പിച്ചു, എനിക്ക് സ്വത്ത് ഉണ്ടായാല് ഞാൻ അതിന്റെ ഹക്കൊക്കെ വീട്ടിലേക്കേ പോവുള്ളൂ. അപ്പൊ എന്നാ അങ്ങനെ ആയിക്കോട്ടെ. സമ്പത്ത് അങ്ങോട്ട് വരാൻ തുടങ്ങി. ആർക്ക്? സഅലബക്ക് സ്വത്ത് അങ്ങോട്ട് വരാൻ തുടങ്ങി. തഫ്സീറിൽ കാണാം, ഹദീസ് കിതാബുകളിൽ കാണാം, കാലി സ്വത്ത് മദീനയിൽ ഉൾക്കൊള്ളാതെ, മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ ആടുകൾ ഉൾക്കൊള്ളാനാകാതെ മദീനയുടെ വെളിയിലേക്ക് കാലി സ്വത്ത് വികസിച്ചു. ഇയാൾ ഒരിന്റെ മുതലാളിയായി. അങ്ങനെ ഒരു ദിവസം 5 നേരം തിരുഹളറത്തിൽ വന്ന് ബറക്കത്തെടുത്തിരുന്ന 5 നേരം മുത്തറസൂലിന്റെ പിറകിൽ പള്ളിയിൽ വന്നിരുന്ന സഅലബ ഈ സ്വത്തൊക്കെ കൂടി എൻഗേജ്ഡ് ആയപ്പോ പിന്നെ മൂപ്പർക്ക് സുബഹിക്കും ദുഹറിനൊന്നും അസറിനൊന്നും വരാൻ പറ്റാണ്ടായി. വൈകുന്നേരം കുളിച്ച് കയറിയാല് മഗ്രിബ് ഇശാക്ക് മദീന മസ്ജിദിൽ തങ്ങളെ കൂടെ ആ ഹദറത്തിലെത്തും. വീണ്ടും സ്വത്ത് കൂടി. അപ്പൊ പിന്നെ ഡെയിലി സന്ധ്യക്കുള്ള വരവും മുടങ്ങി, ഇശാഖ് മഗ്രിബിനുള്ള വരവും നിരച്ചു. പിന്നെയും സ്വത്ത് കൂടി. അപ്പൊ അദ്ദേഹം പിന്നെ വെള്ളിയാഴ്ച മാത്രം വരും, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം. തിരുഹദറത്തിലുള്ള വരവ് നിൽക്കുകയാണ്, ഒഴിവാകുകയാണ്. വെള്ളിയാഴ്ച മാത്രം വരാൻ തുടങ്ങി. വീണ്ടും കുറച്ച് നാളുകൾ വലിയ കച്ചവടക്കാരനൊക്കെ ആയി മാറിയപ്പോൾ വെള്ളിയാഴ്ച വരവ് നിന്നു. ആ സമയത്താണ് സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഒരു വിഭാഗം ദൂതന്മാരെ മൊത്തത്തിൽ നിയോഗിച്ച കൂട്ടത്തിൽ സഅലബന്റെ അടുത്ത് പോയിട്ട് സക്കാത്തിന്റെ ഫണ്ട്, കുറെ സ്വത്തുള്ള ആളാണല്ലോ, സക്കാത്തിന്റെ ഫണ്ട് തിരിച്ചു വരൂ, മേടിച്ചു വരൂ. ഇവർ ചെന്നു, ഞങ്ങളുടെ റസൂല് നിയോഗിച്ചതാണ്, സക്കാത്തിന്റെ ആമിനികളാണ്, അത് പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, അതുകൊണ്ട് താങ്കളുടെ കാലി സ്വത്തിന് നിശ്ചിത വിഹിതം ഇത് സക്കാത്ത് വേണമെന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, നിങ്ങൾ ആ ചോദിക്കുന്ന അത്രയൊക്കെ തരാന് പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് അധ്വാനിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഈ കാണുന്ന പരുവത്തിലൊക്കെ ആയി കിട്ടാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന അളവിലൊന്നും തരാൻ പറ്റൂല. അതാണോ തീരുമാനം?
ദൂതന്മാരോട് പറഞ്ഞു അതാണ് തീരുമാനം. അവര് വെറും കൈയോടെ മടങ്ങി വന്ന് തിരുഹദറത്തിൽ മുസ്തഫായ തങ്ങളുടെ സവിധത്തിൽ വന്ന് പറഞ്ഞു, സഅലബ സക്കാത്ത് നിഷേധിച്ചിരിക്കുന്നു, തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് സൂറത്തു തൗബയിലെ 75, 76, 77 സൂക്തങ്ങൾ അവതരിക്കുന്നത്. وَمِنْهُمْ مَنْ عَاهَدَ اللَّهَ لَئِنْ آتَانَا مِنْ فَضْلِهِ لَنَصَّدَّقَنَّ وَلَنَكُونَنَّ مِنَ الصَّالِحِينَ. നബിയെ, അങ്ങയുടെ സമൂഹത്തിന്റെ കൂട്ടത്തിൽ ചിലരുണ്ട്, സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ചിലരുണ്ട് നബിയെ. ആഹദല്ലാഹ്, അവർ അല്ലാഹുവിനോട് കരാർ ചെയ്തു. എന്താ കരാർ ചെയ്തത്? അല്ലാഹു അവന്റെ ഔദാര്യത്തിന്റെ ഖജനാവിൽ നിന്ന് ധനം തന്നാൽ ലനസ്വദ്ദഖന്ന വലനകൂനന്ന മിനസ് സ്വാലിഹീൻ, സ്വദഖ ചെയ്യും, ഹഖ് വീട്ടും, നല്ലവനായി മാറും എന്നൊക്കെ അല്ലാഹുവിനോട് കരാർ ചെയ്തവർ. അല്ലാഹുവിനോടാണ് കരാർ ചെയ്തത്. എവിടെ കരാർ ചെയ്തത്? തിരുഹദറത്തിലാ കരാർ ചെയ്തത്. അതിനെക്കുറിച്ച് അല്ലാഹ് പറയുന്നത് അല്ലാഹുവിനോട് പ്രതിജ്ഞയെടുത്തവർ, കരാർ ചെയ്തവർ, സമ്പത്ത് കിട്ടിയാൽ ഹഖ് വീട്ടുമെന്ന് പ്രതിജ്ഞയെടുത്തവർ, അല്ലാഹുവിന് വാക്ക് കൊടുത്തവർ അങ്ങയുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവരുടെ മുന്നിൽ ധനം വന്നപ്പോൾ അവർ പിശുക്കി പിടിക്കുകയാണ്, അവർ ധിക്കാരികളാകുകയാണ്, കള്ളന്മാരാകുകയാണ്. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗന. അവരുടെ ഈ കരാറ് പൊളിച്ച ഈ നിഫാഖ് കാരണം, ഈ അവിവേകം കാരണം അവരുടെ ഹൃദയത്തിൽ അല്ലാഹു കപട വിശ്വാസം നിറച്ചു. മരണം വരെ നിലനിൽക്കുന്ന കപട വിശ്വാസം. ഈ ആയത്തിറങ്ങി സഅലബത് കേട്ടു. അയാൾ അറബിയാണല്ലോ, ഇത് മനസ്സിലാവുമല്ലോ. ഇത് നമുക്ക് നേരെയാണ് ഈ അമ്പുകൾ. കള്ളൻ എന്നും കപടൻ എന്നും എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നുള്ളൊരു പേടി, അങ്ങനെയുണ്ടാവുന്നൊരു പേടി. ഉടനെ ഓടി വന്നു ഇലാ ഹദറത്തി റസൂലില്ല. ഈ ആയത്ത് കേട്ട സഅലബ, ഇത് തനിക്കെതിരെയുള്ള കൂരമ്പുകളാണ്, സമൂഹം എന്നെ ഒറ്റപ്പെടുത്തുന്നു പേടിച്ചിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ സക്കാത്ത് തരാൻ തയ്യാറാണ് നബിയെ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ആകാശ ലോകത്ത് നിന്ന് മെസ്സേജ് വന്നു, ഇനി വേണ്ട. പടച്ച തമ്പുരാന്റെ പ്രഖ്യാപനം വന്നല്ലോ, ഇനി നിന്റെ സക്കാത്ത് വേണ്ട സഅലബ, ഒക്കോ. അദ്ദേഹം സുഖമായിട്ട് പോന്നു, മനപ്രയാസമൊന്നുമില്ല. പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പോന്നു. പക്ഷേ മുസ്ലിം ഉമ്മത്ത് അയാൾ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായി. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നത് വരെ സഅലബയുടെ സക്കാത്ത് സ്വീകരിച്ചില്ല. പിറകെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. ആ ഖിലാഫത്തിന്റെ കാലത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ സക്കാത്ത് തരാൻ തയ്യാറാണ്, സ്വീകരിക്കാമോ? അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ നിരസിച്ച നിന്റെ സക്കാത്ത് ഞാൻ മേടിക്കുന്ന പ്രശ്നമല്ല പോന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ മൂന്നാമത് വന്നു. എന്റെ മുമ്പുള്ള രണ്ടാൾ മേടിക്കൂലായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖലീഫയായപ്പോൾ അപ്പോഴും അദ്ദേഹം സക്കാത്ത് കൊടുക്കാൻ സന്നദ്ധനായി വന്നു. എന്റെ പൂർവികരൊന്നും മേടിക്കാത്ത സ്ഥിതിക്ക് മേടിക്കൂലായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഈ മനുഷ്യൻ മുനാഫിഖായി ചത്തുപോയി. എന്തുകൊണ്ട്? ആ മനുഷ്യനെ വിമർശിക്കുന്ന ആയത്തുകളാണ് ഈ 3 ആയത്ത്. എന്തുകൊണ്ട്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, അങ്ങോട്ട് പഠിപ്പിക്കാൻ പോകരുത് എന്ന ആ കൽപ്പന നിരസിച്ചു. തിരുഹദറത്തിനെ അവമതിച്ചു. ഈ ഒറ്റ കാരണത്താൽ ആ മനുഷ്യന്റെ എല്ലാം തകർന്നു. മുസ്തഫായ തങ്ങളെ ശല്യം ചെയ്താൽ, അവിടത്തേക്കൊരു ഉപദ്രവം ഉണ്ടാക്കിയാൽ, അസ്വാസ്ഥ്യം ഉണ്ടാക്കിയാൽ എത്ര വലിയ കുറ്റം നിങ്ങൾക്ക്. കളവിനേക്കാൾ, മദ്യപാനത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ ഭയാനകമായ അപരാധമാണ്. അത് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ വറസൂല, തീർച്ചയായിട്ടും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ശല്യം ചെയ്യുന്നവർ. അള്ളാഹിനെ ആർക്കാ ശല്യം ചെയ്യാൻ പറ്റുക? അള്ളാഹ്ക്ക് അല്ലെങ്കിൽ എന്താ ശല്യം? അള്ളാന്റെ ഹബീബിന്റെ ശല്യമാണ് അള്ളാന്റെ ശല്യം. അള്ളാഹ്ക്ക് ശല്യം പറയുന്നതാണില്ല, ഉപദ്രവിക്കാൻ ആർക്കും പറ്റില്ല അള്ളാനെ. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഇന്നല്ലദീന
യുദ്ദൂനല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ തിരുദൂതനെയും ശല്യം ചെയ്യുന്ന കൂട്ടക്കാർ. എന്നിട്ട് അല്ലാഹു പറയാം, ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ആരാണ് തിരുമുസ്തഫ തങ്ങളെ ശല്യം ചെയ്യുന്നവർ, ആ കൂട്ടരെ അല്ലാഹു ഇഹത്തിലും പരത്തിലും ശപിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ലഅനത്ത് അവർക്കുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിൽ അല്ലാഹു അവരെ ശപിച്ചു, ഇനി എവിടുന്ന അവർ ഗതി പിടിക്കുക, ഗുണം പിടിക്കുക? ആഖിറത്തിലും അല്ലാഹുവിന്റെ ശാപം അവരുടെ നേരെ തീർന്നില്ല. വഅഅദ്ദ ലഹും അദാബൻ മുഹീനാ. അവരെ കാത്തിരിക്കുന്നത് നിന്ദ്യതയേറിയ ശിക്ഷാ നടപടികളാണ്. വഅഅദ്ദ ലഹും, മുത്തു റസൂലിനെ ശല്യം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു, തയ്യാറാക്കി വെച്ചിരിക്കുന്നു അല്ലാഹു. എന്ത്? അദാബൻ മുഹീന, നിന്ദ്യതയേറിയ ശിക്ഷ. സൂറത്തുൽ അഹ്സാബിൽ കാണാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ശല്യം ഏറ്റവും വലിയ ശല്യങ്ങളിൽപ്പെട്ട ഒരു ശല്യമാണ്. മുസ്തഫായ തങ്ങളെ ശല്യം ചെയ്യുന്ന ഏറ്റവും വലിയ ശല്യങ്ങളിൽപ്പെട്ട ഒരു ശല്യമാണ് സമയവും സന്ദർഭവും നോക്കാതെയുള്ള വിളി. അത് നേരെ വിളിയാണെങ്കിലും ഫോൺ വിളിയാണെങ്കിലും ഒക്കെ വിളി തന്നെയാണ്. സമയം നോക്കാതെ, സന്ദർഭം നോക്കാതെ, സാഹചര്യം നോക്കാതെ, ആദരവ് വകവെച്ചു കൊടുക്കാതെ, തോന്നുമ്പോഴൊക്കെ മുത്ത് റസൂലിനെ വിളിക്കുക. ഇത് അപരാധമാണ്, ഇത് റോങ്ങാണ്. അത് ചെയ്യുന്നവർ അന്തം കെട്ടവരാണ്. അല്ലാഹു പറയുന്നു, സൂറത്തുൽ ഹുജറാത്തിൽ തന്നെ കാണാം, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്. ബനൂ തമീം ഗോത്രക്കാർ റസൂലുള്ളാഹിയെ കാണാൻ മദീനയിൽ വന്നു. അവര് വന്ന് മസ്ജിദ് നബവിയുടെ തിരുമുറ്റത്തെത്തി. അവിടെ അതിനോട് ചേർന്നാണ് തങ്ങളുടെ ഹുജറകൾ, റൂമുകൾ ഉള്ളത്. അവരവിടെ എത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ റൂമിനകത്താണ്. അവർ ക്ഷമയില്ലാതെ, കാത്തിരിക്കാൻ തയ്യാറാകാതെ ഹുജറ ഷരീഫിന്റെ മുറ്റത്ത് വന്ന് വിളിച്ചു, യാ റസൂലല്ലാഹ്. അന്ന് ഫോണില്ല, കോളിംഗ് ബില്ലില്ല, അതൊന്നുമില്ല. ഇന്ന് പകക്കണ്ടല്ലോ. ഇപ്പൊ ഹൗസിൽ കാണാൻ വന്നിട്ട് പുറത്ത് കാത്തിരിക്കുമ്പോ അവിടുന്ന് ഫോൺ ചെയ്യാം, അവിടെ എത്തിയിട്ട് കുറച്ച് നേരമായി എന്നൊക്കെ പറയുന്ന അമ്മായി ഇവരൊക്കെ. അത് ഫോണില്ല, ബെല്ലുമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് വായോട് വിളിക്കുക എന്നുള്ളതാണ്. ബനൂ തമീം ഗോത്രക്കാര് വന്നിട്ട് ആ മുറ്റത്ത് വെച്ച് വിളിച്ചു, യാ റസൂലല്ലാഹ്. ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹു പ്രതികരിച്ചു, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്. അങ്ങയുടെ റൂമിന്റെ വെളിയിൽ വന്ന് ഭിത്തിക്കപ്പുറത്ത് നിന്ന് തങ്ങളെ അങ്ങയെ വിളിക്കുന്നവരുണ്ടല്ലോ, അക്സറുഹും ലാ യഅഖിലൂൻ. അവരിലെ ഭൂരിഭാഗത്തിനും ബോധമില്ല നബിയേ, ബുദ്ധിയില്ല നബിയേ. എന്നിട്ട് വലൗ അന്നഹും സ്വബറൂ ഹത്താ തഖറുജ ഇലൈഹിം. തങ്ങൾ റൂമിനകത്താകുമ്പോൾ വിളിക്കാതെ, വലൗ അന്നഹും സ്വബറൂ, അവർ വെളിയിൽ ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ, ഹത്താ തഖറുജ ഇലൈഹിം, അവരെ കാണാൻ റെഡിയായി കൗൺസിലിംഗ് ഹാളിലേക്ക് വരുന്ന സമയം വരെ, റൂമിൽ നിന്ന് സജ്ജരായി വെളിയിൽ വരുന്നത് വരെ അവർ കാത്തിരിക്കുകയായിരുന്നെങ്കിൽ, ലകാന ഖൈറൻ ലഹും, അതാണ് അവർക്ക് ഉത്തമമായത്. വല്ലാഹു ഗഫൂറുർ റഹീം. അറിയാതെ സംഭവിച്ചു പോയതാകയാൽ അള്ളാഹു പൊറുക്കുന്നവനും കരുണുള്ളവനുമാണ്. ഇനി ആ പണി ചെയ്താൽ വിവരം അറിയുന്നു. അതാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇത് കേട്ടില്ലേ? അറിയാതെ സംഭവിച്ചു. അന്ന് ബനൂ തമീം ഗോത്രക്കാർ അറിയാതെ വിളിച്ചു പോയതാണ്. വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു ഏറെ പൊറുക്കും, അവൻ കരുണാവാരിധിയാണ്. പക്ഷെ അറിഞ്ഞു കളിച്ചാൽ പണി പാടും. എന്തുകൊണ്ട് വിളിക്കാൻ പാടില്ല? റൂമിനകത്താവുമ്പോ എന്തുകൊണ്ട് വിളിക്കാൻ പാടില്ല? നേരെ പാടി വിളിക്കൂല, ഫോണിലുള്ളപ്പോ വിളി. എന്തുകൊണ്ട് വിളിക്കാൻ പാടില്ല? ഞാനും നിങ്ങളും റൂമിലുള്ളത് പോലെയല്ല അവർ റൂമിലുള്ളത്. നമ്മളവിടെ പോത്തുറങ്ങണമായി ഉറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ വല്ല ബഡായി അടിക്കുന്നുണ്ടാവും. അവരുടെ റൂമിലുള്ള വാസം അങ്ങനെയല്ല.
മുറാഖബയുടെ, മുശാഹദയുടെ, മുവാഫഖയുടെ ഹഖുമായിട്ടുള്ള മഅിയത്തിന്റെ, ജലാലിയത്തിന്റെ അവസ്ഥയിൽ അവർ അഭിരമിക്കവേ അവരെ ശല്യം ചെയ്യാന്ന് പറഞ്ഞത് അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. മഹാനരായ ഇമാം ഷഅറാനി റഹിമഹുള്ളാഹി ഒരു കിതാബുണ്ട്, തത്ഹീറു അഹ്ലി സവായ, തത്ഹീറു അഹ്ലി സവായ. ആ കിതാബിൽ ഇമാം ഷഅറാനി തങ്ങൾ പറയുന്നുണ്ട്, ലർബു വജ്ഹിഹി ബിസൈഫി, മഹാന്മാരായ മശായിഖന്മാരുടെ മുഖത്ത് വാളുകൊണ്ട് വെട്ടുക എന്നത്. എന്ത്? മഹാത്മാക്കളായ മശായിഖുമാരുടെ മുഖത്ത് വാളെടുത്ത് വെട്ടുക എന്നത് അദ്വനു അലൈഹി മിൻ ദഫഇൽ ബാബ്, അവർക്ക് പ്രയാസരഹിതമാണ്. വാളുകൊണ്ട് മുഖത്ത് വെട്ടൽ അവർക്ക് സിമ്പിളാണ്, പ്രയാസം കുറഞ്ഞതാണ്. ഏതിനേക്കാൾ? മിൻ ദഫഇൽ ബാബ്, വാതിലിൽ മുട്ടുന്നതിനേക്കാൾ. മുഖത്ത് വാളുകൊണ്ട് വെട്ടുന്നതിലേറെ പ്രയാസമാണ് വാതിലിൽ മുട്ടി അവരെ ശല്യം ചെയ്യല്, ബെല്ലടിച്ച് ഫോൺ റിങ് ചെയ്ത് ശല്യം ചെയ്യല്. കാലികമായി അർത്ഥം വെക്കണം. എന്നിട്ട് പറയാ ഇമാം ഷഅറാനി, ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയാം, ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് പറയല്ല, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹഖുമായിട്ടുള്ള ജംഇന്റെ ആ സംസർഗത്തിന്റെ ആത്മീയ ലഹരിയിൽ വിരാജിക്കുമ്പോൾ, ഹഖുത്താലായുമായിട്ടുള്ള മുനാജാത്തിൽ നിലകൊള്ളുമ്പോൾ, ഇവിടെ നിന്നൊരു ഫോണ് ഉറുമ്പ് അടിച്ചിട്ട് റിയാക്ഷനായ കഥ പറയാൻ, നിന്റെ സ്ഥലക്കച്ചവടത്തിന്റെ കഥ പറയാൻ, വല്ലാത്ത ശല്യമാണ്. അതുകൊണ്ട് ഈ ഫോൺ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അവിടെ ഹവാലയിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ആ ചുറ്റുവട്ടത്ത് ആദ്യം അവരെന്ന് വിളിക്കുക, കിടക്കുകയാണോ, റൂമിലാണോ, അതോ കൗൺസിലിംഗ് ഹാളിൽ സജ്ജരായിട്ടുണ്ടോ, എന്നിട്ട് വിളിക്കാനേ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് അന്തം കെട്ടവരുടെ, ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യരുടെ ഏർപ്പാടാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അറിയാതെ സംഭവിച്ചവർക്ക് മാപ്പുണ്ട്, അറിഞ്ഞു ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട് വരും. വഅഅദ്ദ ലഹും അദാബം മുഹീനാ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇമാം ഷഅറാനി റഹിമഹുള്ളയുടെ മറ്റൊരു കിതാബാണ് അൽ അൻവാറുൽ ഖുദ്സിയ്യ. അതിനകത്ത് പറയുന്നുണ്ട്, ഓരോ അദബുകൾ പഠിക്കുമ്പോൾ ഇതൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിർബന്ധമായിട്ട് അറിയുകയും പാലിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന ആദാബുകളാണ്. അൽ അൻവാറുൽ ഖുദ്സിയ്യയിൽ പറയുന്നുണ്ട് മഹാനരായ ഷഅറാനി ഇമാം, വകാന സയ്യിദി അലിയുൽ വഫാ യഖൂൽ, എന്റെ മുർഷിദായ, എന്റെ അഭിമന്യ ഗുരുവായ അലിയുൽ വഫാ തങ്ങൾ ഞങ്ങളോട് പറയാറുണ്ട്, എന്ത്? ലാ തഗ്തറ അയ്യുഹൽ മുരീദ്, അല്ലയോ മുരീദന്മാരെ, ശിഷ്യഗണങ്ങളെ, നിങ്ങൾ ചതിയിൽ വീഴണ്ട. അല്ലയോ ശിഷ്യന്മാരെ, നിങ്ങൾ ചതിയിൽ പോയി വീഴണ്ട. എങ്ങനെ ചതി? ഫീ ഹലാവതി കലാമി ഉസ്താദിക ലക, നിന്റെ മുർഷിദായ ഗുരുവായ ഗുരുവര്യരുടെ തേനൂറുന്ന വാക്കുകൾ കേട്ട്, മധുര മനോഹര സംസാരം കേട്ടിട്ട് നീ വെട്ടില് വീഴണ്ട, ചതിക്കുഴിയിൽ പെട്ടുപോകണ്ട. ആ മനോഹരമായ ചിരിയും സംസാരം കേട്ടിട്ട് ഞാനിപ്പോ ഒരു സംഭവമായി എന്നാരും തെറ്റിദ്ധരിക്കണ്ട മക്കളെ. ചതിയാണ് കേട്ടോ, ചതി. അവരെ ചിരി എന്ന് പറഞ്ഞാൽ നിന്റെ യോഗ്യത കണ്ടിട്ടുള്ള ചിരിയല്ല. അവർ ഏത് അനപരാധിയുടെയും കൊടും തമ്മാടിയുടെയും മുഖത്ത് നോക്കി ചിരിക്കാൻ മാത്രം വിശാല മനസ്കരാണവർ. മുത്തു മുസ്തഫ തങ്ങളുടെ സ്വഭാവ മഹിമയെ അല്ലാഹു വർണ്ണിച്ചു പറഞ്ഞതാണത്. അതിമഹത്തായ, അതിഗംഭീരമായ സ്വഭാവത്തിന്റെ ഉടമയാണല്ലോ അങ്ങ്. അങ്ങയുടെ നെഞ്ചകത്ത് പേറാൻ പറ്റാത്ത ഒന്നുമില്ല. ഏതവനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സുന്ദരമായ, മനോഹരമായ, വിശാലമായ സ്വഭാവമാണല്ലോ റസൂലേ അങ്ങേക്ക് എന്ന് അല്ലാഹുവാണ് ഖുർആനിലൂടെ പറഞ്ഞത്. അവിടെ അവരെ ചിരി എന്ന് പറഞ്ഞാൽ അത് അവരെ സ്വഭാവമാണ്. ഒന്ന് ചേർത്ത് പിടിക്കുമ്പോഴേക്ക്, ഒന്ന് തമാശ പറഞ്ഞ് ചിരിക്കുമ്പോഴേക്ക്, ഒന്ന് ഇങ്ങോട്ട് ഫോൺ ചെയ്യുമ്പോഴേക്ക്, ഇപ്പൊ എനിക്ക് അങ്ങോട്ട് എങ്ങനെയാകാം, എത്രയും വിളിക്കാം, എങ്ങനെ ഇടപെടാം എന്നാരും വിചാരിക്കണ്ട.
ഇങ്ങോട്ട് മധുരമൂറുന്ന വാക്ക് പറയുമ്പോ, തമാശകൾ പറയുമ്പോ, വളരെ സിമ്പിളായി പെരുമാറുമ്പോ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഓർത്തേ പറ്റൂ. ഏതായത്ത്? ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. നീ ഓർത്തേക്കരുതേ, നീ ഒരു നിലക്കും ഒരു ഇഞ്ച് മുന്നോട്ട് വരരുത്. അവരുടെ അനുവാദമില്ലാതെ മുന്നിൽ നിൽക്കരുത്. അവരുടെ പെർമിഷൻ ഇല്ലാതെ കൂടെ നടക്കരുത്. അവരുടെ പെർമിഷൻ ഇല്ലാതെ കൂടെ ഭക്ഷണം കഴിക്കരുത്. ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ തഫ്സീറിൽ പറയുന്നുണ്ട്, നിർദ്ദേശമില്ലാതെ അനങ്ങാൻ പാടില്ല, നിർത്തിയിട്ട് നിന്നേക്കണം. അനുവാദമില്ലാതെ കൂടെ നടക്കരുത്, അനുവാദമില്ലാതെ കൂടെ ഉണ്ണരുത്. നീ അനുവാദം കിട്ടിയാൽ തന്നെയും അനാദരവ് വരുമോ എന്ന ആശങ്കയുണ്ടെങ്കിൽ അദബിന് മുൻഗണന കൊടുത്ത് മാറി നിൽക്കലാണ് നല്ലതെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. നീ കൂടെ പോയ മോനെ, നീ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ, അവിടെ കൊക്കി കുരച്ച അവിടെ ആകെ വിഷയാകും, അവിടത്തോടുള്ള ഹുർമത്ത് പാലിക്കാൻ പറ്റൂല എന്നൊരു തോന്നലുണ്ടെങ്കിൽ പയ്യെ റിവേഴ്സ് അടിക്കുക. പറഞ്ഞാലും ചെയ്യാതിരിക്കുക. അതെങ്ങനെയാ? അത് അഥവാ പറഞ്ഞാൽ കേൾക്കലല്ലേ അതവ്? പറഞ്ഞ അനുസരിക്കാതിരിക്കലാണോ? ചിലത് പറയുമ്പോഴേക്കിനാണ് വീഴണ്ട, നോക്കിയും കണ്ടൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. സഹാബാക്കളിൽ മാതൃകണ്ട്. ചില സംഗതിയൊക്കെ റസൂല് നിർദ്ദേശിച്ചപ്പോ സഹാബാക്കള് ബഹുമാനം കൊണ്ട് അതവ് കൊണ്ട് മാറി നിന്ന സംഭവം, ആ കൽപ്പന അനുസരിക്കാതെ മാറി നിന്ന സംഭവം ബുഖാരിയിലത, മുസ്ലിമിലത, സകല കിതാബുകളിലത. മഹാനരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുത്ത് റസൂൽ ഹയാത്തിലുള്ള കാലത്ത് തന്നെ ഒരു ദിവസം പകലിൽ നിസ്കാര സമയമായി. റസൂലുള്ളാഹി തങ്ങൾ ഒരു മസ്ലഹത്ത് ചർച്ചയ്ക്ക് വേണ്ടി വെളിയിൽ പോയിരിക്കുന്നു. പള്ളിയിലില്ല, ഹുജറകളിലില്ല. കുടുംബക്കാർ തമ്മിലുള്ള ഒരു പ്രശ്നം പറഞ്ഞ് മസ്ലഹത്താക്കാൻ വേണ്ടി തങ്ങൾ പുറത്തു പോയിരിക്കുകയാണ്. അപ്പൊ വാങ്കിന്റെ സമയമായി. മുഅദ്ദിൻ വാങ്ക് വിളിച്ചു. ജമാഅത്തിന്റെ സമയമായി. നബി തങ്ങൾ വന്നിട്ടില്ല. അപ്പൊ മുഅദ്ദിനായ സഹാബി പറഞ്ഞു, അബൂബക്കർ എന്നവരോട് പറഞ്ഞു, അള്ളാന്റെ റസൂൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇമാമ് നിൽക്കൂ, നമുക്ക് നിസ്കാരത്തിന്റെ സമയത്ത് നടത്തണ്ടേ, അതിനെന്താ നിങ്ങൾ ഇഖാമത്ത് കൊടുത്തോളൂ. മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മിഹ്റാബിലേക്ക് കയറി നിന്നു. അല്ലാഹു അക്ബർ. പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കെ അതാ വരുന്നു മസ്ലഹത്ത് ചർച്ച കഴിഞ്ഞ് തങ്ങൾ പള്ളിയിലേക്ക്. തങ്ങളെ വരവ് കണ്ടപ്പോൾ മൗമൂമീങ്ങളായ സ്വഹാബാക്കൾ കയ്യൊട്ടാൻ തുടങ്ങി. തസ്ഫീഖ്, അവരെല്ലാവരും ഇങ്ങനെ കയ്യൊട്ടാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞില്ല. തിരിയില്ല, അങ്ങനത്തെ ആളാണല്ലോ. അങ്ങനെ നിസ്കാരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷെ പിറകിൽ നിന്ന് സ്വഹാബാക്കളുടെ കൂട്ടക്കയ്യടി, ഒന്നായിട്ട് കയ്യൊട്ട എല്ലാവരും. അപ്പൊ ഇതെന്താണെന്നറിയാണല്ലോ, തിരിഞ്ഞു നോക്കുമ്പോ തങ്ങൾ വന്നിട്ടുണ്ട്. തങ്ങൾ വന്നപ്പോ ഈ നിസ്കാരത്തിൽ ഇമാമ് നിൽക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു പയ്യെ റിവേഴ്സ് എടുക്കുക ബാക്കിലേക്ക്. ഫഅശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻകുസ് മകാനക. കൈകൊണ്ട് റസൂലുള്ള പറഞ്ഞു അവിടെ നിന്നോ, പൂർത്തീകരിച്ചൊക്കെ സംസാരിക്കണില്ല, കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്നില്ല, പിറകിലേക്ക് സൊഫിലേക്ക് ഇറങ്ങി നിന്നു. റസൂലുള്ള മുന്നിൽ വന്നിട്ട് ഇമാമായി നിസ്കാരം നടന്നു. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, യാ അബൂബക്കർ മാ മനഅക അൻ തസ്ബുത ഇദ് അമർതുക. ഞാൻ ആംഗ്യം കാണിച്ചില്ലേ അവിടെ നിന്ന് ആ നിസ്കാരം പൂർത്തീകരിക്കാൻ? ഞാൻ കൽപ്പിച്ചിട്ടു, എന്തേ അബൂബക്കറെ അവിടെ അടങ്ങിയത് പൂർത്തീകരിക്കാതെ പിറകിലേക്ക് മാറിയത് അബൂബക്കറെ? ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് മാ കാന ലിബ്നി അബീ ഖുഹാഫ അൻ യുസല്ലി ബൈന യദൈ റസൂലില്ലാഹ്. അബൂ ഖുഹാഫയുടെ മകനായ ഈ അബൂബക്കറിന് റസൂലുള്ളാഹിയുടെ മുന്നിൽ നിന്ന് നിസ്കരിക്കാനുള്ള പവറില്ല നബിയേ, നിൽക്കാനുള്ള മാനസിക ശക്തിയില്ലാതെ പിറകിലേക്ക് വലിഞ്ഞു പോയതാണ്. അത് അംഗീകരിച്ചു. എന്നാ പിൽക്കാലത്ത് ആ വഫാത്തിനോടടുത്ത ഘട്ടങ്ങളിലൊക്കെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം ഒരു സങ്കോചവുമില്ലാതെ ഒരു പതർച്ചയുമില്ലാതെ ഇമാമ് നിന്നിട്ടുണ്ട് റസൂലിന്റെ മുന്നിൽ. രണ്ടും ഘട്ടാണ്. ഒന്ന് തങ്ങളില്ലാത്ത നേരത്തെ കയറി നിന്നതാണ്, പിന്നെ തങ്ങൾ വരികയാണ്. പിന്നെ നിൽക്കാൻ പറഞ്ഞപ്പോഴും അവിടെ നിൽക്കാൻ പറ്റാതെ പിറകിലേക്ക് മാറി. അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉണ്ടല്ലോ.
പ്രസിദ്ധമാണല്ലോ അത്. ഹുദൈബിയ സന്ധി നടക്കുന്നു. മക്ക വിട്ട് റസൂലും സഹാബാക്കളും മദീനയിലേക്ക് പലായനം ചെയ്ത് മക്കയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സാഹചര്യത്തിന്റെ തുടക്കമെന്നോണം മക്ക മുശ്രിക്കുകളുമായിട്ടൊരു സന്ധി, ഹുദൈബിയ സന്ധി, പ്രസിദ്ധമായ സന്ധിയാണത്. അതിനകത്ത് കരാർ എഴുതുകയാണ്. രണ്ട് പക്ഷത്തു നിന്നുള്ള കരാർ. ഈ റസൂലിന്റെ പക്ഷത്തു നിന്നൊക്കെ വിട്ടുവീഴ്ചയാണ്. പല സഹാബാക്കൾക്കും അതിൽ അതൃപ്തരാണ് അവർ. എന്തായാലും കരാറൊക്കെ എഴുതുന്നത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. നബി തങ്ങൾ എഴുതൂല, വായിക്കൂല, അല്ലേ? എഴുത്തറിയില്ലല്ലോ തങ്ങൾക്ക്. അപ്പൊ അലിയാർ തങ്ങളെ കൊണ്ട് ഇങ്ങനെ എഴുതിച്ചു. ലാസ്റ്റ് ഒപ്പിടേണ്ട സമയം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പേരെഴുതിയപ്പോ മക്ക മുശ്രിക്കുകൾ പറഞ്ഞു, ഇതിലാണ് പ്രശ്നം. ആകെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഈ റസൂലുള്ളാഹിലാണ്. അത് വെട്ടണം. മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന പേരെ ഞങ്ങൾ അംഗീകരിക്കൂ, റസൂലുള്ള വെട്ടണം. റസൂലുള്ള ചോദിച്ചു അലിയാരോട്, എവിടെ ഈ പറഞ്ഞ സാധനോടെ? ഇവിടെയാണ്, അത് വെട്ടിക്കുവാറ്. വല്ലാഹി ലാ അംഹുക അബദാ. അലിയാരോട് പറഞ്ഞത് വെട്ടിക്കോ അലി എന്ന് പറയാണ്. അത് അതിന്റെ ആ ഒരു ഔദ്യോഗിക രീതിയിൽ തന്നെ പറയാണ്, ആധികാരികമായിട്ട് തന്നെ പറയാണ്, വെട്ടിക്കലി. ഇത് കേട്ട അലിയാർ തങ്ങൾ പറഞ്ഞെന്താ? വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ലാ അംഹുക അബദാ, അങ്ങയുടെ തിരുനാമം റസൂലുള്ളാഹി എന്ന സ്ഥാനനാമം ഈ അലിയുടെ കൈ കൊണ്ടൊരു കാലത്തും മായിക്കില്ല നബിയേ, വെട്ടിക്കളയില്ല നബിയേ. അലിയാർ തങ്ങൾ പറഞ്ഞിട്ടനുസരിച്ചില്ല. എന്നാ പിന്നെ ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ വെട്ടിയതാണ്. അപ്പൊ പറഞ്ഞു എന്നതുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി അതങ്ങനെ ആ പിറകിൽ പോവല്ല. അതബിന് തന്നെയാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടത്. മഹാനായ ഇമാം ഷഅറാനി റഹിമഹുള്ള പറയുന്നുണ്ട്, എന്റെ അഭിമന്യരായ ഗുരു ശൈഖ് അലിയുൽ വഫ ഇടയ്ക്കിടെ പറയാറുള്ള ഒരു വാക്കാണ്, ഇദാ ലഹിക ശൈഖു ഫീ വജ്ഹി അഹദികും, ഇദാ ലഹിക ശൈഖു ഫീ വജ്ഹി അഹദികും ഫലാ തുജാലിസൂഹു ഇല്ലാ ബിൽ അദബ്. നിങ്ങളോട് ചിരിച്ചേ സംസാരിക്കൂ. അത് അവിടുത്തെ രീതി അതാണ്. നിങ്ങളോടുള്ള ചിരി കണ്ട് മയങ്ങിയിട്ട് നിങ്ങൾ അദബ് കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകാനേ പാടില്ല. അല്ലെങ്കിൽ ഈ ചിരി ഇങ്ങനെ കണക്കിലേറെ കിട്ടുമ്പോൾ എന്തായാലും മനസ്സിലാക്കേണ്ടത് അറിയോ? ഞാനൊരു സംഭവമായിട്ടുണ്ട് എന്നല്ല, ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് ഓവറായിട്ടുള്ള കൃപയും വാത്സല്യവും ചിരിയും കിട്ടപ്പെടാം. അത് മുഅല്ലഫത്തുൽ ഖുലൂബിനാ കിട്ടുക. പൊതുവിശ്വാസികൾക്ക് സക്കാത്ത് അവർക്കാണ് കിട്ടുക. ഞാൻ 25 കൊല്ലമായി ഞാൻ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. പറഞ്ഞിട്ട് എന്താ, നീ വന്ന അന്നത്തെ പോലെ എന്നുള്ളത് ഈ മുഅല്ലഫത്തുൽ ഖുലൂബ, നീ പൊതുവിശ്വാസി തന്നെയാണ്. ഒരു പരിവർത്തനവും മാറ്റവും വരാത്ത ആളുകളോടാണ് കൂടുതൽ ചിരിക്കുക. ഇമാം ഷഅറാനി റഹിമഹുള്ള പറയുന്നു, സുമ്മ ഇദാ റസിഖു ഫി ത്വരീഖി, ചിരിയും വാത്സല്യവും കൃപയും കണ്ട നിറഞ്ഞു കവിയായിരിക്കും. ഇതാരോടാണ്? കാര്യമായിട്ട് പരിവർത്തനം കൽബിൽ വരാത്ത പൊതുവിശ്വാസികളോടാണ്. അവർക്കാണ് ഈ സക്കാത്ത് കിട്ടുക. സുമ്മ ഇദാ റസിഖു ഫി ത്വരീഖി, ഇലാഹി മാർഗത്തിൽ ഈ മക്കൾ, ഈ ശിഷ്യന്മാർ ഉറച്ചു കഴിഞ്ഞാൽ, ചില വഴിയിൽ അവർ ഉറച്ചു, ഓക്കെ, അങ്ങനെയായാൽ ഫലഹു തഹക്കുമു ഫീഹിം കൈഫ ശാഅ, അപ്പൊ പിന്നെ മശായിഖന്മാർക്ക് തോന്നിയത് അവർ വിധിക്കാൻ തുടങ്ങും. അവരെ ഇഷ്ടവും അനിഷ്ടവും നോക്കൂല. ശിഷ്യന്മാരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കാതെ ഫലഹു തഹക്കുമു ഫീഹിം കൈഫ ശാഅ, മശായിഖന്മാരെന്താണോ ഉദ്ദേശിച്ചത് അത് വിധിക്കാൻ തുടങ്ങും. ഫയസ്ജുറുഹും ബിൽ കലാം, അപ്പോൾ പരുഷമായി സംസാരിക്കാൻ തുടങ്ങും. കൃപ കാണൂല, കുറച്ച് ഗൗരവത്തിലേ സംസാരിക്കൂ. ഫയസ്ജുറുഹും ബിൽ കലാം വയംനഉഹും മിൻ മുജാലസതിഹി അല ദവാം, എപ്പോഴും തിരുഹദറത്തിൽ വന്നിരിക്കുന്നത് പോലും തടയും. ഒന്ന് ആ ഹദറത്തിൽ പോയിരിക്കാനുള്ള കൊതി കൊണ്ട് ചെന്നാല് നീ വിളിക്കണ്ട, ഓർന്ന അടുത്ത പണി കൊടുക്കുന്നു. വയംനഉഹും, അവരെ തടയും. എന്തിനു തടയും? ബിരിയാണി തിന്നുന്നതിന് തടയുന്നല്ല പറഞ്ഞത്. മിൻ മുജാലസതിഹി അല ദവാം, നിത്യം തിരുഹദറത്തിൽ ചെന്നിരിക്കുന്നത് പോലും തടയും. ഗൗരവത്തോടെ സംസാരിക്കും. ഈ ഗൗരവത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ പറയാനൊക്കെ നന്നായിക്കൂടെ, പുറത്ത് നീ ചിരി കിട്ടുന്ന ആളെ. ആർക്കാ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റേഞ്ച്? മുസ്തഫായ തങ്ങളുടെ അടുക്കൽ റേഞ്ച് ആർക്കാ? റേഞ്ച് ഉള്ളവരോട്.
ഫയസ്ജുറുഹും ബിൽ കലാം, പരുഷായിട്ട് സംസാരിക്കുക. ഈ തേനൂറുന്ന വാക്കൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മഹാനായ ശൈഖ് അവർകൾ ഷഅറാനി ഇമാം പറയുന്നു, വമിൻ ശൈനിൽ മുരീദ്, സത്യസന്ധനായ ഒരു മുരീദിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, ഒരു സത്യസന്ധനായ ശിഷ്യന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അയ്യഫ്റഹ, സന്തോഷവാനാവുക. എപ്പോൾ ഇദാ നഖസഹു ശൈഖുഹു ബൈന ഇഖ്വാനിഹി, തന്റെ സതീർത്ഥ്യർക്കിടയിൽ, സഹോദരന്മാർക്കിടയിൽ, സഹപാഠികൾക്കിടയിൽ വെച്ച് ഗുരുനാഥൻ കുറവാക്കിയാൽ, വഴക്ക് പറഞ്ഞാൽ, ചീത്ത പറഞ്ഞാൽ എന്ന് പറയാൻ പറ്റില്ല, ചീത്ത ഒന്നും പറയില്ല, നല്ലതേ പറയില്ല, വഴക്ക് പറയും, അത് ചീത്തയല്ല, നല്ലതാണ്. ഇദാ നഖസഹു ശൈഖുഹു ബൈന ഇഖ്വാനിഹി, തന്റെ സഹോദരന്മാരുടെ ഇടയിൽ വെച്ച് ഒന്ന് താഴ്ത്തിക്കെട്ടി, അല്ലെങ്കിൽ ഒന്ന് അവഗണിച്ചു, അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറഞ്ഞാൽ, ഞാനിപ്പോ ഈ ചീത്ത കേൾക്കാനാണോ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറിയത് എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. പിന്നെ എന്താ ചിന്തിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അയ്യഫ്റഹ, സന്തോഷിക്കണം. എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്? ഫഇന്ന ദാലിക, ഈ ഗൗരവത്തിലുള്ള സംസാരം, സഹപാഠികൾക്കിടയിൽ വെച്ചൊന്ന് താഴ്ത്തിക്കെട്ടിയ നടപടി, ഫഇന്ന ദാലിക ദലീലുൻ അലാ ശിദ്ദതി ഇഅ്തിനാഇഹി ബിഹി വറജാഇഹി ലഹുൽ ഖൈറ വത്തറഖിയ, അവിടെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. നാട്ടിലെ 1-ാം നമ്പർ ഫിറൗനാജി ഇത് കയറി വന്നപ്പോ സോഫിയിലാണ് കയറ്റിയിട്ട് എന്തൊരു തക്കാരും ബഹുമാനം. എന്നാലോ എപ്പോഴും ഈ പിറകെ നടക്കുന്ന മനുഷ്യൻ വരുമ്പോഴോ ആ ചിരിയില്ല, ആദരവില്ല. എന്തുകൊണ്ട്? വഴിയിൽ ഉറച്ച അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് വഴിയിൽ ഞാൻ ഉറച്ചിട്ടുണ്ട്, എന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നോട് വഴക്ക് പറയാൻ അധികാരം കാണിച്ചത്, എന്നെ ഏറ്റെടുത്തതിന്റെ, പരിഗണിച്ചതിന്റെ അടയാളമാണ്. അൽഹംദുലില്ലാഹ് എന്ന് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് സൂഫി ലോകത്തെ വെള്ളി നക്ഷത്രം ഇമാം ഷഅറാനി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ അൻവാറുൽ ഖുദ്സിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പൊ സന്തോഷിക്കുക. ഒന്ന് അവഗണിച്ചാൽ, ഒന്ന് മൈൻഡ് ചെയ്യാതിരുന്നാല്, എല്ലാരോടും വേണ്ടി നേരെ നോക്കിയത് പോലുമില്ല, ആയിക്കോട്ടെ, അപ്പൊ നോക്കാതെ ഇന്നവിടെ നിർത്താൻ പറ്റും, അൽഹംദുലില്ലാഹ് എന്ന് ചിന്തിച്ച് സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ തന്നെ വമിൻ അദബിൽ മുരീദ്, ശിഷ്യന്റെ മര്യാദയിൽപ്പെട്ടതാണ് അല്ലാ യറാ നഫ്സഹു ഫൗക അഹദിൻ മിനൽ മുസ്ലിമീൻ, തന്റെ വ്യക്തിത്വം മറ്റൊരു മുസ്ലിമീങ്ങളിൽ നിന്ന്, മുഅ്മിനീങ്ങളിൽ നിന്ന് ഒരാളുടെയും മീതയല്ല എന്ന് മനസ്സിലാക്കല് അതവിൽപ്പെട്ടതാണ്. ഞാൻ ഒരുത്തന്റെയും മീതയല്ല. അല്ലാ യറാ നഫ്സഹു ഫൗക അഹദിൻ മിനൽ മുസ്ലിമീൻ, എനിക്കൊരുപാട് സഹോദരന്മാരുണ്ട്, എനിക്കൊരുപാട് കൂട്ടുകാരുണ്ട്, സഹോദരിമാരുണ്ട്, ഇവർക്കിടയിൽ ഒരാളുടെയും മീതയല്ല ഞാൻ എന്ന് ചിന്തിക്കാത്ത കാലത്തോളം രക്ഷ കിട്ടൂല. ഞാൻ അത്ര നല്ലോണമൊന്നും അല്ല, അത്ര ഗുണമൊന്നും എനിക്കില്ല, എന്റെ കയ്യിലിരിക്കും അള്ളാഹ്ക്കും അറിയാലോ, എന്നാലും ഓളെക്കാളും ഞാൻ വെച്ചാ, ഓളെക്കാളും വെച്ചാ പോയി. പിന്നെ നീ മുരീദല്ല, നീ അഹങ്കാരിയാ. എല്ലാരെക്കാളും ഉഷാറെന്നല്ല, ഏതെങ്കിലും താഴെ തട്ടിലുള്ള ഒരാളെ നോക്കിയിട്ട് അയാളെക്കാളൊക്കെ ഇപ്പൊ ഞാൻ ഉഷാറാവുക എന്ന് തോന്നിയാൽ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. പാടില്ല മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരാളെയും അവമതിക്കരുതേ, ഒരാളെയും താഴ്ത്തിക്കെട്ടരുതേ. ഈ അവഗണിക്കപ്പെടുന്ന, താഴ്ത്തിക്കെട്ടപ്പെടുന്ന വ്യക്തി താഴ്ത്തിക്കെട്ടുന്നവരെക്കാൾ അല്ലാഹുവിങ്കൽ ഉത്തമരായിരിക്കാം. സൂക്ഷിക്കണേ. വലാ നിസാഉം മിൻ നിസാ, ഇത് പ്രത്യേകം ആണുങ്ങളും പെണ്ണുങ്ങളും വിളിച്ചിട്ട് പറയാം, ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ താഴ്ത്തിക്കെട്ടണ്ട. താഴ്ത്തിക്കെട്ടപ്പെടുന്നവൾ താഴ്ത്തിക്കെട്ടുന്നവളെക്കാൾ അല്ലാഹുവിങ്കൽ ഉത്തമയായിരിക്കാം, സൂക്ഷിച്ചോളണമെന്ന് സൂറത്തുൽ ഹുജറാത്തിൽ തന്നെ കാണാം. മുഅ്മിനീങ്ങളെ, വിനയം, താഴ്മ ഇതൊക്കെ പറയുമ്പോ ചിലർക്ക് ആളാകാൻ വേണ്ടി എന്തൊക്കെ, ഇപ്പൊ ഇവിടുത്തെ കഥയില്ല കേട്ടോ, മൊത്തം ലോകത്തിന്റെ ഒരു പൾസാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ആളാകാൻ വേണ്ടി എന്ത് വടായും പറയും.
നാലാളടിയിൽ ഈ റിയാദു സുന്നത്ത് പൊതുമണ്ഡലങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെയുള്ളത്. പക്ഷെ ആത്മീയ രംഗത്ത് അത് കയറി വരാൻ ഒരു ചാൻസ് അതില്ല, ഉണ്ടാകാൻ പാടില്ല. ഞാൻ തിരുഹദറത്തിൽ ഞാനൊരു സംഭവമാണ് എന്നിട്ട് പറയാം. രാവിലെ വിളിച്ചിരുന്നു, വൈകുന്നേരം വിളിക്കും എപ്പോഴും എന്നെ വിളിക്കലാ. വിളിച്ചിട്ടും ഉണ്ടാവില്ല, അറിഞ്ഞിട്ടും ഉണ്ടാവില്ല, കേട്ടിട്ടില്ല. കല്ല് വെച്ചെന്നോണ ഊടായിപ്പ് വർത്താനം പറഞ്ഞ് നടക്കുക. എന്താ അതിന്റെ അപകടം എന്നറിയോ? ഈ ഏർപ്പാട് തുടർന്നാൽ ഗൗരവത്തോടെ, ചിരിയൊക്കെ മാറ്റിയിട്ട് ഗൗരവത്തോടെ കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമുണ്ട്, ഇന്ന കദിബൻ അലയ്യ, നിങ്ങൾ ആരെങ്കിലും എന്റെ മേൽ കളവ് പറഞ്ഞാൽ, എന്നെ കൂട്ടിക്കെട്ടി കളവ് പറഞ്ഞാൽ, ലൈസ കദിബിൻ അലാ അഹദ്, നിങ്ങൾ ഒരാളെ കുറിച്ചും കളവ് പറയുന്നത് പോലെയായിരിക്കില്ല. നിങ്ങൾ ഒരാളെ കുറിച്ച് കളവ് പറഞ്ഞാൽ അതൊരു കളവാണ്, അതൊരു ഹറാമാണ്, അതൊരു കുറ്റാണ്. അവിടെ തീർന്നു, തൗബ ചെയ്താൽ രക്ഷപ്പെടും. മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ കളവ് പറയുന്നത് പോലെ എന്നെ കുറിച്ച് നിങ്ങൾ കളവ് പറഞ്ഞാൽ അത് സാധാരണ കളവല്ല. മൻ കദബ അലയ്യ, മൻ കദബ അലയ്യ, എന്നെ കൂട്ടിച്ചേർത്ത് ഒരുത്തൻ കളവ് പറഞ്ഞാൽ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ അപ്പോൾ തന്നെ നരകത്തിന്റെ സീറ്റ് ഉറപ്പിച്ചോട്ടെ, റിസർവ് ചെയ്തോട്ടെ. റെഡിയാണ് നരകം, അത് ഉറപ്പിച്ചവിടെ കാത്തിരുന്നോട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത്തരം ബഡായിയൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരെ, അലവരാദികൾ ഇങ്ങനെ വരുമല്ലോ. ഇങ്ങനെ വരുമ്പോ എന്താ നമ്മളെന്താ വേണ്ടറിയോ? രാവിലെ വിളിച്ചു, വൈകുന്നേരം വിളിക്കും, അവിടെ ചെങ്ങായി അതെന്നെ പറയണം. എന്തുകൊണ്ട്? ഇത് കള്ളനാണ്, ആത്മാർത്ഥതയാണ്, ഇത് കൊട്ടിപ്പാടി നടക്കൂല. ആ ആത്മബന്ധം അത് പരിഭാവനമായി കാണുന്ന യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അഭിവന്യ ഗുരുവുമായിട്ടുള്ള ആ ബന്ധം പൊട്ടിപ്പാടിയിട്ട് നാലാളടിയിൽ ആളാകാൻ പറയൂല. എന്നെ വിളിക്കും എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചെങ്കിൽ അത് കേട്ടാൽ ജീവിച്ചോ, ഇവിടെ വലക്കാൻ വരട്ടെ, നല്ല വഴക്ക് പറയാ. കാരണം സത്യസന്ധന്മാരാണെങ്കിൽ അത് പൊട്ടിപ്പാടി വിളമ്പി നടക്കൂല, ആളാകാൻ നടക്കൂല. മാത്രല്ല ഇങ്ങനെയുള്ള ആൾക്കാര് വിളിച്ചിരുന്നോ, എന്ന് പറഞ്ഞ ജാക്കി വെച്ച് കയറ്റിയാല് ഈ മഹാകുറ്റത്തിലെ രണ്ടാം പ്രതി നിങ്ങളായി മാറി. കാരണം ഇത് കേട്ടിട്ട് സുഖിച്ച് വാഴുന്ന, ഇത് കേട്ടിട്ട് വർണ്ണിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, ഒരു ഷെയറിട്ട് കൊടുക്കുന്ന 10 ആളെ കിട്ടിയിട്ടാണല്ലോ ഈ അപരാധം തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിച്ചു കൊടുത്ത് ഈ അപരാധത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ മഹാ അപരാധത്തിലെ രണ്ടാം പ്രതികളാണ്. ഇത് ഞാൻ പറയല്ല, അതൊക്കെ സൂറത്ത് ഹുജറാത്തിൽ കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. വലീദ് ഇബ്നു ഉഖബ എന്ന് പറഞ്ഞ ആള് സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. അയാള് ഒരു സംഘത്തെ കുറിച്ച്, ചില ആളുകളെ കുറിച്ച് നുണ പറഞ്ഞ് തിരുഹദറത്തിൽ പോലും വന്ന് നുണ പറഞ്ഞു. ആര്? വലീദ് ഇബ്നു ഉഖബ. അതിന്റെ പ്രത്യാഘാതം ഒരു യുദ്ധത്തിന്റെ വക്കീൽ വരെ എത്തി. ആ ഒറ്റ ബഡായി കളവ് കാരണം പരസ്പരം പോരടിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക്. എന്നാൽ വാസ്തവമായിട്ട് പുലബന്ധം പോലും ഇയാൾ പറഞ്ഞേന്. രണ്ട് സമൂഹത്തിന്റെ ഇടയിൽ പടയൊരുക്കം പോലും ഉണ്ടാകുന്ന വിധത്തിൽ കളവ് പറഞ്ഞു വലീദ് ഇബ്നു ഉഖബ. പിന്നെ നിജസ്ഥിതി വെളിവായി. അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നു. എന്നിട്ട് മുസ്ലിം ലോകത്തെ മൊത്തത്തിൽ തിരുത്താണ് മുഅ്മിനീങ്ങളെ. അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ, ഒരു അലവലാതി, ഒരു തെമ്മാടി ഒരു കഥ പറഞ്ഞ് നിങ്ങളെ സമീപിച്ചാൽ, ഒരു വാർത്ത പറഞ്ഞ് നിങ്ങളുടെ ചാരത്ത് വന്നാൽ, നിങ്ങളെ തെളിവ് നോക്കാതെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണ്ട. ഫതബയ്യനൂ, നിങ്ങൾ കൃത്യമായി തെളിവ് നോക്കണം. അത് സത്യാകാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കണം, പഠിക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് അൻ തുസീബൂ ഖൗമൻ ബിജഹാല, വിഡ്ഢിത്തം കൊണ്ട് ഒരു സംഘത്തിന് തന്നെ മുസീബത്തായി പോയേക്കാം. ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ ഈ കള്ളത്തരം പറഞ്ഞവന്റെ വാക്ക് കേട്ട് നിന്നതിനാൽ പിന്നെ നടന്ന പ്രത്യാഘാതങ്ങളിൽ പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, പിന്നെ ഇറങ്ങാറാകേണ്ടി വരും.
അതുകൊണ്ട് ഇൻജാഅക്കും ഫാസിഖുൻ, ഒരു തെമ്മാടി നിങ്ങൾ അടുത്ത് വന്നൊരു കഥ പറഞ്ഞാൽ ഫതബയ്യനു, നിജസ്ഥിതി അന്വേഷിക്കണം. കേൾക്കുമ്പോൾ തോന്നുന്നത് റോങ് ആണ്, ഇതൊക്കെ ഇങ്ങനെ ഒരു തൗഫീഖാണ് കേട്ടോ. നമ്മൾ ആരെയും പഠിക്കാൻ വേണ്ടി പറയല്ല, ഇതൊക്കെ ഒരു തൗഫീഖാണ്, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ആ തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആദാബുകൾ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോയ സമയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകിയാൽ ഞാൻ കുറച്ചുകൂടെയൊക്കെ നോട്ട്സ് ഉണ്ടാക്കിയിരുന്നു. ഈ അൻവാറുൽ ഖുദ്സിയയിൽ അതുപോലെ മശായിഖന്മാര് ശിഷ്യഗണങ്ങൾ പാലിക്കാനുള്ള പ്രധാനപ്പെട്ട അദബുകൾ രേഖപ്പെടുത്തി വെച്ചത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ്സും ആരോഗ്യവും തൗഫീഖും നൽകുകയാണെങ്കിൽ മറ്റൊരവസരത്തിൽ നമുക്കിത് തുടർന്ന് പറയാം. ഈ പ്രഭാഷണം കഴിഞ്ഞ് വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള സഹോദരിമാർ അടക്കം കുടുംബങ്ങൾ അടക്കമുള്ളവർ ഇവിടെ ഉള്ളത് കൊണ്ട് തൽക്കാലം ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ആയതിനാൽ തിരുഹദറത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കി അതിൻ്റെ കാര്യഗൗരവം ഉൾക്കൊണ്ട് അവിടെ പെരുമാറാനും അതപോടെ അച്ചടക്കത്തോടെ അനുസരണയോടെ നിലകൊള്ളാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഖലീലിൻ്റെ യഥാർത്ഥ ഉമ്മത്തികളിൽ പാവങ്ങളായ അജ്ഞരായ സാധുക്കളായ നമുക്കും അള്ളാഹു ഇടം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ തവഫനാ വഅഹ്ലനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ വഇയ്യാഹും ബിസ്സാലിഹീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.